നമസ്കാരം. വാചാലതയുടെ യവനികയ്ക്കുള്ളിൽ നാനാതരത്തിലുള്ള ദിവ്യമായ നാഴികക്കല്ലുകളായി ശംഖധ്വനികൾ ഉയർത്തുന്ന സന്മാർഗദർശിയാണ് പുസ്തകങ്ങൾ. എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി നടത്തിവരുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വ്യാഴാഴ്ച വായനാഴ്ചയുടെ 80-ാം ലക്ക പരിപാടിയാണ്. ഈ ഒരു സന്തോഷം എല്ലാ പുസ്തക പ്രേമികളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതിനായി 1-ാം വർഷ ബി.എഡ് ഇംഗ്ലീഷ് വിദ്യാർത്ഥി ദിവ്യ ബിജുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെ ബുദ്ധിശക്തിയെ വളർത്താനും ചിന്താരീതിയെ മാറ്റിക്കുറിക്കുവാനും മാനസിക വളർച്ചയെ ഊർജ്ജപ്പെടുത്തുവാനും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന സഹായിക്കുന്നു. വിവിധ പുസ്തകങ്ങളെ നമ്മിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായി എസ്.എൻ.എം ട്രെയിനിംഗ് കോളേജിലെ ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡർ ഫോറവും സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണ വെബിനാറിലേക്ക് ഞാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മാമിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനെയും ഡോക്ടർ ഹീര മാമിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം റീസ് തോമസിന്റെ 90s കിഡ് എന്ന പുസ്തകമാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല, മറിച്ച് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. കമ്മട്ടിപ്പാടം, മിന്നൽ മുരളി, ഗുരുവായൂർ അമ്പലനടയിൽ, പത്മിനി, ലൂക്ക എന്നീ ഒട്ടനവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. പുസ്തക നിരൂപണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് 1-ാം വർഷ ബി.എഡ് മലയാളം വിദ്യാർത്ഥിനിയായ ലിഖിത എം ആണ്. ലിഖിതയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ശ്രവിക്കുന്നതിനും വായനാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായി ഈ മീറ്റിൽ ജോയിൻ ചെയ്ത എല്ലാ പുസ്തക സ്നേഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. നന്ദി ദിവ്യ. 90s കിഡ് എന്ന പുസ്തക നിരൂപണത്തിനായി ബി.എഡ് 1-ാം വർഷ മലയാളം വിദ്യാർത്ഥി ലിഖിതയെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാൻ ലിഖിത. എല്ലാവർക്കും നമസ്കാരം. 90s കിഡ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. റീസ് തോമസ് ആണ് അതിന്റെ ഗ്രന്ഥകർത്താവ്. എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത് മഴുവന്നൂരിൽ 1992 നവംബറിൽ ജനിച്ച റീസ് തോമസിന്റെ ആദ്യത്തെ പുസ്തകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന 90s കിഡ് എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പുറംചട്ട എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും പുറംചട്ടയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇതിന്റെ പുറംചട്ട എന്ന് പറയുകയാണെങ്കിൽ വലിയ ചുവന്ന അക്ഷരത്തില് 90s കിഡ് എന്ന് എഴുതിയിരിക്കുകയാണ്. അതിനു മേലെ നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള റീസ് തോമസ് പാട്ടൊക്കെ കേട്ട് വളരെ ലാഘവത്തോടെ കണ്ണടച്ച് ആസ്വദിച്ച് കിടക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാരഗന്റെ വാർച്ചെരുപ്പ് ഉണ്ടല്ലോ, ആ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ്. അതിന്റെ 4 ഭാഗത്തായിട്ട് ഈ 90s കിഡ് എന്ന് എഴുതിയേക്കുന്നതിന്റെ 4 മൂലയ്ക്കായിട്ട് ബഷീറും കോട്ടയം പുഷ്പനാഥും റേഡിയോയും ടി.വിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ശക്തിമാനും കാസറ്റുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 90s കിഡ് എന്ന തലക്കെട്ടിന് താഴെയായിട്ട് 3 വലിയ വാക്കുകൾ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്. ഓർമ്മ, യാത്രാ, ജീവിതം. ഈ പുസ്തകത്തിന്റെ ഉള്ളടക്ക രൂപം തന്നെയാണ് പുറംചട്ട എന്ന് പറയാം. റീസ് തോമസിന്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടങ്ങളെ, ഓർമ്മകളെ, ചിന്തകളെ എല്ലാം ഇങ്ങനെ കുറിപ്പുകളാക്കി എഴുതി അതിനെ കൃത്യമായിട്ട് തിരിച്ച് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ മുഴുവൻ 47 കുറിപ്പുകളാണ് ഉള്ളത്. ഈ 47 കുറിപ്പുകളെ പല വിഭാഗങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട്. സ്കൂൾ ദിനങ്ങൾ, കോളേജ് ഓർമ്മകൾ, വീട്, യാത്ര, പ്രിയപ്പെട്ടവർ, സിനിമ, ചിന്തകൾ എന്നിങ്ങനെ ഓരോ വിഭാഗങ്ങളിലേക്കായിട്ട് ഈ 47 കുറിപ്പുകളെ തിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഈ പുസ്തകത്തിന് ആശംസ എഴുതിയിരിക്കുന്നത് സംവിധായകൻ ഫാസിലാണ്. പിന്നെ അവതാരികയും പുറന്താൾക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് ചലച്ചിത്ര നടൻ പ്രേംകുമാറാണ്. മാൻകൈൻഡ് എന്നുള്ള ഒരു പബ്ലിഷേഴ്സാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് പുസ്തകത്തിനെ സാമാന്യമായിട്ട് പരിചയപ്പെടുത്താണെങ്കിൽ പറയാനുള്ളത്. പിന്നെ ഈ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ കുറിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കാണ്. ഈ പുസ്തകത്തിലെ ആദ്യത്തെ കുറിപ്പിന്റെ പേര് ഒരു SLC ഓർമ്മ എന്നുള്ളതാണ്. ഈ SLC കാലത്ത് ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവത്താനായ സുഹൃത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ കുറിപ്പ് എന്ന് പറയുകയാണെങ്കിൽ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നത് തന്നെ അസഹനീയാണ്. അതിന്റെ കൂടെ അടുത്തിരിക്കുന്നത് പഠിപ്പിസ്റ്റുമാണ്.
ജന്മം പോയാൽ പോലും ആ കുട്ടി അന്ന് ഉത്തരങ്ങൾ കാണിച്ചു കൊടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 15-ലധികം കൊല്ലങ്ങളായെങ്കിലും ഈ പാവത്താനും എഴുത്തുകാരനൊക്കെ അടങ്ങുന്ന ഈ ഐവർ സംഘം സൗഹൃദം പുതുക്കാൻ കൂടുമ്പോഴൊക്കെ രാത്രി ഒരു 12 മണിയാവുമ്പോ ഈ പഠിപ്പിസ്റ്റ് പയ്യനെ വിളിച്ച് എന്നാലും നീ അന്ന് ഈ പാവത്തിന് ഒരു ഉത്തരം പോലും കാണിച്ചു കൊടുത്തില്ലല്ലോടാന്ന് പറഞ്ഞ് ചീത്ത പറയും. ആദ്യമൊക്കെ പഠിപ്പിസ്റ്റ് പയ്യന് അങ്ങേ തലക്കിലിരിക്കുന്ന ഈ ബിരുദന്മാരായ ക്ലാസ്മേറ്റ്സ് ആണ് ഇങ്ങനെ വിളിക്കണേന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ അറിയാൻ പറഞ്ഞ് ഇവർ പരസ്പരം കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യും. അടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്നവന് കാണിച്ചു കൊടുക്കാത്ത എല്ലാ ബൂർഷ്യ പഠിപ്പിസ്റ്റുകൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഇതൊക്കെയല്ലേ ജീവിതത്തിന്റെ രസം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രസകരമായ തമാശയോടെ സിനിമ സ്റ്റൈലിൽ എഴുതി പോയിരിക്കുന്ന ഒരു കുറിപ്പാണ്. മോഹൻലാൽ ഇങ്ങനെ ഈ ഒരു മോഹൻലാലിന്റെ അദീപൻ സിനിമയിലെ രംഗത്തെയൊക്കെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ പുസ്തകം എന്താണ് കൈകൊണ്ടിരിക്കുന്ന ഒരു രചനാശൈലിയും. ഓരോ കുറിപ്പുകളും ഓരോ സിനിമാറ്റിക് അനുഭവം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് റീസ് തോമസ് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സിനിമയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന് അധികമായിട്ട് ഭയങ്കരമായിട്ടുള്ള സിനിമയോടുള്ള ഇഷ്ടവും അതുപോലെ തന്നെ ബഷീറിനോടുള്ള സ്നേഹമൊക്കെ നമുക്ക് ഓരോ കുറിപ്പുകളിൽ അറിയാൻ കഴിയും. അങ്ങനെ ഓരോ കുറിപ്പുകളും ഓരോ സിനിമാറ്റിക് അനുഭവം നൽകുന്നുണ്ട്. തമാശയുടെ ചിരിയുണ്ട്. എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ടെന്നുള്ളത് ഭയങ്കര രസമായിട്ടാണ് അതിലെ ഭാഷയൊക്കെ. കൂടാതെ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉപ്പും കയ്പും ഒക്കെ തുടരെ വരുന്ന കുറിപ്പുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. +2 കഴിഞ്ഞ് അക്കൗണ്ടൻസിക്ക് തോൽക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഉടലെടുക്കാവുന്ന ദാരുണാവസ്ഥയും അതുപോലെ തന്നെ ആത്മഹത്യ എന്ന വഴി മാത്രമേ മുമ്പിൽ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നൊക്കെ അന്ന് രക്ഷപ്പെടാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബി സാറിനെ വിളിച്ചു കരഞ്ഞതിനെ കുറിച്ച് റീസ് എഴുതുന്നുണ്ട്. പൊതുവെ എല്ലാവർക്കും പരീക്ഷ പാടായാൽ എക്സാം വാല്യുവേഷൻ ലിബറലാക്കാൻ സാധ്യതയുണ്ടെന്ന അറിവിൽ ചെയ്ത ഫോൺ കോൾ ആയിരുന്നു അത്. ബേബി സാർ കാരണമാണോ എന്ന് അറിയില്ലെങ്കിലും അദ്ദേഹം കാരണം തന്നെയാണ് താനെന്ന് B ഗ്രേഡോട് കൂടി അക്കൗണ്ടൻസി ജയിക്കാൻ കാരണമെന്ന് റീസ് വിശ്വസിക്കുന്നുണ്ട്. MA ബേബി സാറിനുള്ളൊരു നന്ദി പറച്ചിലും അതുപോലെ തോറ്റുപോകുന്നവരെ ഒന്നിനും കൊള്ളാത്തതാക്കി കാണുന്ന വിധിയിടുന്ന സമൂഹം മാറേണ്ടതുണ്ടെന്ന ചിന്താഗതിയും എഴുത്തുകാരൻ ഈ ഒരു കുറിപ്പിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ കുറിപ്പുകളും ജീവിത യാഥാർത്ഥ്യങ്ങൾ എഴുതി പിടിപ്പിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അറിയേണ്ട അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ കൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട്. MA ബേബി സാർ അക്കൗണ്ടൻസി എന്നുള്ളൊരു കുറിപ്പിലാണ് ഇങ്ങനെയുള്ള ഒരു ഭാഗം വരുന്നത്. ഇങ്ങനെ ഓരോ കുറിപ്പിലും ജീവിക്കാൻ സഹായിച്ച ഓരോ വ്യക്തികളോടുമുള്ള നന്ദി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രതീക്ഷയുടെ ഒരു കണം അവശേഷിക്കുമ്പോൾ അതിൽ ഇത്തിൽക്കണ്ണിയായിട്ട് പിടിച്ചു കയറേണ്ടതാണ് ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാത്രകളിൽ കൂടെ ചേർന്ന സുഹൃത്തുക്കളോടും വഴി കാണിച്ചു തന്ന ഓരോ മനുഷ്യരോടൊപ്പമുള്ള സ്നേഹം ഈ പുസ്തകത്തിൽ നിറയുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെ കക്കൂസിൽ പോകാൻ വിഷമിക്കുന്ന രംഗം എന്താണ് അതിനെയൊക്കെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. കക്കൂസിൽ പോകാൻ വിഷമിച്ച് എന്നാൽ നാണക്കേട് ഓർത്ത് പോവാതിരുന്നപ്പോൾ ഒരു സുഹൃത്തിനോട് അത് പങ്കുവെക്കുന്നുണ്ട്. പങ്കുവെക്കുമ്പോൾ 7ാം ക്ലാസ്സിലാണ് അന്ന് പഠിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന ആ സുഹൃത്തിൻ്റെ നിന്ന് കിട്ടുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നീ എന്തിനാ പേടിക്കണേ? അബ്ദുൾ കലാം വരെ ചെയ്യുന്ന കാര്യമല്ലേ? ഒരു സ്കൂൾ കുട്ടി നൽകാൻ സാധ്യതയില്ലാത്തൊരു മറുപടിയാണത്. പക്ഷെ ഈ മറുപടി നൽകിയ ധൈര്യവും ആ 7ാം ക്ലാസ്സുകാരനോടുള്ള സ്നേഹവും നന്ദിയും ഒക്കെ കുറിക്കുന്നുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണിതെന്നും പരസ്പരം കളിയാക്കലുടെ ആവശ്യം ഇവിടെ ഇല്ല എന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. പറയേണ്ടെന്ന് വെക്കുന്ന ഓരോ കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ശരികളെ ഇപ്രകാരം റീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രേതത്തിന് ഫോൺ നമ്പർ ഇതുപോലെ തന്നെ ഈ പ്രേതത്തിന് ഫോൺ നമ്പർ എന്ന് പറയുന്ന ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പില് അന്നൊക്കെ പ്രേതത്തിന് ഫോൺ നമ്പർ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നതെന്ന് എഴുതുന്നുണ്ട്. പ്രേതത്തിനെ ഫോൺ വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിഴല് പുറകിലൂടെ നടന്നു പോകും. ഇതായിരുന്നു അന്ന് പറഞ്ഞ് പ്രചരിച്ചിരുന്ന ഒരു കഥ എന്ന് പറയുന്നത്. അങ്ങനെ എഴുത്തുകാരനായിട്ടുള്ള റീസ് തോമസും പ്രേതത്തിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു നിഴൽ കണ്ടു. പക്ഷെ പിന്നീട് അത് മനസ്സിലായി അത് പ്രേതത്തിന്റെ നിഴലൊന്നും ആയിരുന്നില്ല, വല്യമ്മച്ചിയുടെ നിഴലായിരുന്നു. പക്ഷെ കോട്ടയം പുഷ്പനാഥിന്റെ ഒക്കെ ആരാധകനായിരുന്ന റീസ് തോമസ് ഒട്ടും മടിച്ചില്ല. നമ്മുടെ എഴുത്തുകാരൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നിട്ട് പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്ത് ഒരു പ്രേതത്തെ കണ്ടുവെന്നൊക്കെ നുണക്കഥ പറഞ്ഞ് കുട്ടികളെ ഫലിപ്പിച്ചു. അന്ന് ക്ലാസ്സിലെ കുട്ടികൾ ഈ കഥ അന്നത്തെ കലിപ്പൻ ഹെഡ് മാസ്റ്ററുടെ ചെവിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ പ്രതികരണം ഞെട്ടിക്കുന്നതായിരുന്നു.
പൊതിരെ തല്ലുമെന്ന് കരുതിയെങ്കിലും പകരം ഇങ്ങനെയാണ് അന്നത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. അയ്യോടാ, നിന്നെ കണ്ടാൽ തന്നെ ഒരു പ്രേതത്തെ പോലെയാണല്ലോ അവിടെ ഇരിക്കുന്നേ. മേലാൽ ഇതുപോലത്തെ കാര്യം പറഞ്ഞ് പിള്ളേരെ പേടിപ്പിച്ചാൽ അടിച്ച് നിന്റെ തൊട ഞാൻ പൊട്ടിക്കും കേട്ടോടാ. പിള്ളേരൊക്കെ ആർത്ത് ചിരിച്ചു. ഞാൻ നിറ കണ്ണുകളോടെ ഒന്നും മിണ്ടാതെ സീറ്റിൽ പോയിരുന്നു. അയാൾ അന്നവിടെ എന്നോട് ഉപമിച്ച പ്രേതം എന്ന സങ്കല്പം ഒരിക്കലും ഭംഗിയുള്ളതായിരിക്കുവാൻ സാധ്യതയില്ല. അന്ന് എന്റെ സുഹൃത്തുക്കൾ ചിരിച്ചതും ആ പ്രേതം ഒരു ദേവനെ പോലെ ഇരിക്കുമെന്നുള്ളത് കൊണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പൊ നമുക്ക് എന്താണ് അന്നത്തെ സ്കൂൾ കാലഘട്ടത്തില് ഒരു 90s കിഡ് അല്ല 90s കിഡ് 90 കാലഘട്ടങ്ങളിലല്ല, ഏഹ് ഇന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ അന്ന് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, കൂടുതലാണെന്ന് തോന്നണം. അപ്പൊ ക്ലാസ്സിൽ നിലനിന്നിരുന്ന വിവേചനങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അന്ന് ഉച്ച സമയത്ത് ഹെഡ് മാസ്റ്റർ ക്ലാസ്സിലൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു കഴിയുമ്പോൾ കാണാൻ മിടുക്കരായിട്ടുള്ള തൊലി വെളുപ്പുള്ള കുട്ടികളുടെ പാത്രത്തിൽ നിന്ന് മാത്രം കറികൾ എടുത്ത് കഴിക്കും. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്താണ് അയാൾ ഒരിക്കൽ പോലും എന്റെ പാത്രത്തിൽ നിന്ന് കറികളൊന്നും കഴിച്ചിട്ടില്ല, എന്നോട് വാത്സല്യത്തിൽ സംസാരിച്ചതായി ഓർമ്മയില്ല എന്ന് റീസ് എഴുതുന്നുണ്ട്. ഇതൊന്നും പഴയതൊക്കെ ഓർത്തെടുത്ത് ചിന്തിച്ചുണ്ടാക്കുന്നതല്ല, ഒന്നും ഒരു തരത്തിലും എന്താണ് അന്ന് ഒരു തരത്തിലുള്ള വിവേചനത്തെ കുറിച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ എന്താണ് ബഹുമാനമില്ലാത്തതായതിന്റെയും ആത്മപരിഹാസത്തിലൂടെ മാത്രം ആനന്ദം കണ്ടെത്തുന്നതിന്റെ ഒക്കെ വേരുകൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില ഓർമ്മകളിലാണ് തട്ടിത്തടഞ്ഞു നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു നിസ്സഹായ അവസ്ഥ കുറിപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതൊന്നും ആരുടെയും കുറ്റമല്ല. കാരണം കറുപ്പ് എന്ന് പറയുന്ന അഗ്ലി എന്നും വെളുപ്പ് ബ്യൂട്ടിഫുൾ എന്നും പഠിപ്പിച്ചവരാണ് അധ്യാപകരായിട്ടിരിക്കുന്നവര്, പഠിപ്പിക്കുന്നവരെന്നുള്ളൊരു അനുഭവം ഇങ്ങനെ റീസ് എഴുതിയിരുന്നുണ്ട്. ഇത്തരത്തിൽ സ്കൂൾ കാലഘട്ടത്തിൽ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും എന്താണ് ഉള്ളിൽ ഇങ്ങനെ പൊള്ളിക്കുന്ന ഒരു രീതിയിൽ എഴുതിയിരുന്നുണ്ട്. ഹെഡ് മാസ്റ്ററിന്റെ ഈ ഒരു സമീപനമൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതിയിടുന്നുണ്ട്. അപ്പോ പിന്നീട് ഒരു ഹാരി പോട്ടർ കഥ എന്ന് പറഞ്ഞ ഒരു കുറിപ്പിലോട്ട് കടക്കുമ്പോൾ ഹാരി പോട്ടർ കഥയില് 2007 കാലഘട്ടം. അന്ന് 9ൽ പഠിക്കാണ് എഴുത്തുകാരൻ. അപ്പൊ അന്നാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഡെത്ത്ലി ഹാലോസ് ഇറങ്ങിയ കാലഘട്ടം. വായിക്കാനുള്ള ത്വര, ആഗ്രഹമുള്ള വസ്തു സ്വന്തമാക്കാനുള്ള അതിയായ ആഗ്രഹം. പക്ഷെ ഒരു കഥാപുസ്തകം വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും അന്നില്ല. അടുത്തുള്ള ലൈബ്രറിയിൽ നിന്നും ഇങ്ങനെ ഒരു മരണ ഒരു പോരാട്ടം എന്നോണം അന്ന് എന്താണ് ഹാരി പോട്ടറിന്റെ പുതിയൊരു പുസ്തകം വന്നിരിക്കുക. അവിടുന്ന് ഈ പുസ്തകം മോഷ്ടിക്കുകയാണ്. ഈ മോഷണം മോഷണം നല്ലതാണെന്നുള്ള രീതിയിലല്ല എഴുതിയേക്കണ. ഒരു അനുഭവം ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് റീസ് തോമസ് ഓരോ കുറിപ്പ് എഴുതിയിരിക്കണേ. എന്താണ് ഈ ഒരു കുറിപ്പിന്റെ അവസാനം മോഷണം തെറ്റായിരുന്നു എന്ന് തന്നെയുള്ള രീതിയിലാണ് ഈ കുറിപ്പ് ഉടനീളം പോകുന്നത്. ആ ഒരു തമാശയൊക്കെ, മോഷ്ടിക്കുന്നതിന്റെ ഒരു പരിഭ്രമം ഒക്കെ അങ്ങനെ മോഷണത്തിന്റെ അവസാനം പിടിച്ചെങ്കിലും ഒരു നൂലിഴ വ്യത്യാസത്തിൽ ഇങ്ങനെ അങ്ങനെ വഴുതി പോരുന്നുണ്ട്. പക്ഷെ ഈ മോഷണം തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരു കുറിപ്പ് നീളുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നോടുണ്ടാവുന്ന മനോഭാവം എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ പുഞ്ചിരിയോടെ ഏറ്റെടുക്കും എന്ന് ആ കുറിപ്പിന്റെ അവസാനം അദ്ദേഹം എഴുതുന്നുണ്ട്. ഒളിച്ചു വെക്കാതെ ആത്മാർത്ഥമായി എഴുതുന്നത് കൊണ്ട് തന്നെ ഓരോ കുറിപ്പും വായനക്കാരനെ തൊടുന്നുണ്ട്. ഇതിലെ ഭാഷ ഒക്കെ നല്ല ഒരു സംഭാഷണത്തിന്റെ ഒക്കെ ഒരു കൂടുതലായിട്ട് ഉപയോഗിച്ച് നമ്മൾ വായനക്കാരനോട് ഇടയ്ക്കൊക്കെ സംസാരിച്ച് അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസമാണ് അത് വായിച്ച് പോകാനായിട്ട്. പിന്നീട് യാത്ര എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചല് യാത്ര എന്ന് പറയുന്ന വിഭാഗത്തിലോട്ട് വന്നു കഴിയുമ്പോൾ കുടജാത്രി മുതൽ മറാത്ത മന്ദിർ വരെ നടത്തിയ യാത്രകളെ കുറിച്ച് എഴുതുന്നുണ്ട്. അതില് എന്താണ് അടുത്തൊരു 1 കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിൽ പോകാൻ തമിഴന്മാര് പിടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടിച്ചിരുന്ന ഒരു കുട്ടിക്കാലമായിരുന്നു. അപ്പോ അടുത്തുള്ള സ്കൂളിലൊക്കെ ഒറ്റയ്ക്ക് പോകാൻ വരെ പേടിയായിരുന്നു. പക്ഷെ കുടജാദ്രി മുതൽ മറാത്ത മന്ദിർ വരെ ഒറ്റയ്ക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ ഉള്ളില് പേടികൾ ഉണ്ടായിട്ടും പേടികളൊക്കെ മാറ്റി അങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒറ്റയ്ക്ക് യാത്ര നടത്തിയതിനെ പറ്റിയിട്ടൊക്കെ എഴുതുന്നുണ്ട്. അതിലിടയ്ക്ക് വന്ന സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ യാത്രയിൽ ഉണ്ടായ ഓരോ കാര്യങ്ങളെയും ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. യാത്രകളിൽ നിന്ന് ഒപ്പം നിന്ന മനുഷ്യരെ ചേർത്ത് നിർത്തുന്നുണ്ട്. എല്ലാവരെ കുറിച്ചും എഴുതുന്നുണ്ട്. ഷാറൂഖിന്റെ മറാത്ത മന്ദിറിൽ ഇപ്പോഴും ഷാറുഖ് ഖാന്റെ ദിൽവാലെ ദുൽഹനിയ ഓടുന്നുണ്ടല്ലോ. അപ്പൊ ആ സിനിമ മുംബൈ വരെ ആ സിനിമ കാണാൻ വേണ്ടി മാത്രമായിട്ട്
മുംബൈ വരെ പോയി ആ സിനിമ മാത്രം കണ്ട് മടങ്ങണുണ്ട്. മടങ്ങി വന്നു കഴിയുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു ഉത്തരാഖണ്ഡുകാരൻ സുഹൃത്തിനെ പരിചയപ്പെടുന്നുണ്ട്, അരവിന്ദ് എന്ന് പറയുന്നത്. ആ സുഹൃത്തിനെ പറ്റിയിട്ടുള്ള എഴുത്തുണ്ട്. അപ്പോൾ മുംബൈ വരെ ഈ സിനിമ മാത്രം കാണാനാണ് പോയതെന്ന് അറിയുമ്പോൾ ആ സുഹൃത്തിലുണ്ടായ ഒരു ഒരു അപരിചിതനായിരുന്നു, പിന്നീട് സുഹൃത്തായിട്ട് മാറുന്നതാണ്. അപ്പോ അങ്ങനെ പോകുമ്പോ ഈ മുംബൈ വരെ ഈ സിനിമ കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുമ്പോൾ അമ്പരപ്പോടെ ഉള്ള ഒരു ചിരിച്ചു. അതിനൊരു പരിഹാസത്തിന്റെ ചായ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം തോന്നിയെന്നൊക്കെ അരവിന്ദ് എന്നാണ് ആ ഉത്തരാഖണ്ഡുകാരന്റെ പേര്. അങ്ങനെ അരവിന്ദിനെ പറ്റി എഴുതുന്നുണ്ട്. അങ്ങനെ ആ കുടജാദ്രി മുതല് മറാത്ത മന്ത്രി വരെ നടത്തിയ യാത്രയിൽ എഴുതുന്നുണ്ട്. അങ്ങനെ പിന്നെ എഴുത്തിന്റെ ഇടയ്ക്ക് ഒരു ആനേനെ കണ്ട വിശേഷങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ എന്താണ്, പൈസ കൊടുക്കുമ്പോ തലയെ തൊട്ട് അനുഗ്രഹിക്കുന്ന കൗതുകമുള്ള ഒരു ആനക്കാഴ്ചേനെ പറ്റിയിട്ടൊക്കെ എഴുതുന്നുണ്ട്. നല്ല നല്ല ഒഴുക്കോടുകൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോ വീട്ടിലോട്ട് എത്തുമ്പോ അവിടെ അമ്മയും വല്യമ്മച്ചീനെയൊക്കെ കുറിച്ച് എഴുതുന്നുണ്ട്. അമ്മേനെയും പറ്റി വല്യമ്മച്ചീനെയൊക്കെ പറ്റി എഴുതുന്നത് ഈ ഒരു മൊത്തം തമാശയോട് കൂടിയാണ് ഈ പുസ്തകത്തില്. റീസ് തോമസിന്റെ സ്ട്രഗിളിങ് ഫേസ് ഒക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. പക്ഷെ അതിന്റെ ഇടയിലും നർമ്മം സൂക്ഷിക്കുന്നുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒരു ബ്ലാക്ക് ഹ്യൂമറിന്റെ ഒക്കെ സാധ്യതകൾ അധികമായിട്ട് ഇതിന്റെ അകത്ത് കാണാൻ കഴിയും. ഇങ്ങനെ വീട് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ ചേര എന്ന് പറയുന്ന ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിലേക്ക് ആ കുറിപ്പില് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോ അവിടെ ആദ്യമായിട്ട് കണ്ട അതിഥീനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഈ ചേര എന്ന് പറയുന്ന ഒരു കുറിപ്പ്. ആദ്യമായിട്ട് അമ്മ ഈ അതിഥിയെ കണ്ടു കഴിഞ്ഞപ്പോ അയ്യോ പാമ്പ് പാമ്പ് എന്ന് നിലവിളിച്ചത് എഴുതുന്നുണ്ട്. പാമ്പിന്റെ റെസ്പോൺസ് നല്ല രസമാണ് വായിക്കാൻ. പാമ്പ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു എന്നാണ് റീസ് എഴുതുന്നത്. എന്താണ്, അയ്യോ പാമ്പ് പാമ്പ് മോനെ ഓടി വാ എന്ന് നോക്കി, ഓടി വാടാ, ചെന്ന് നോക്കിയപ്പോ ഞെട്ടി. അന്ന് കണ്ടതുപോലെ തന്നെ ഒരു ഐറ്റം കൂളായിട്ട് മുറ്റത്ത് കിടക്കുവാണ്. അമ്മയുടെ ഒച്ചപ്പാട് കേട്ട് അത് തല ഉയർത്തി നോക്കി. കുറച്ചു നേരം അമ്മയ്ക്ക് നേരെ നാക്ക് നീട്ടി കാണിച്ചിട്ട് അത് പതിയെ അതിന്റെ വഴിക്ക് പോയി. എന്റെ പൊന്നു ചേച്ചി, അപ്പുറത്തൂടെ പോയപ്പോ മേലിനൊരു വയ്യായിക, ഒന്ന് വഴി മാറ്റി പിടിച്ചതാ. അതിന് ഇതിനും മാത്രം ഒച്ച വെക്കാനൊക്കെ ഉണ്ടോ? ഞാൻ പോയിക്കോളാം, ഇതായിരിക്കണം അത് ഉദ്ദേശിച്ചത് എന്ന് എഴുതുന്നുണ്ട്. ആ പാമ്പിന്റെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പിന്നീട് അമ്മയും അതിഥിയും കൂട്ടുകാരായി. വീടിന്റെ പുന്നാമ്പുറത്തൊക്കെ ഇടയ്ക്കൊക്കെ അമ്മയും അതുപോലെ തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കാണാമെന്ന് എഴുതുന്നുണ്ട്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ 4 വർഷത്തോളായിട്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഈ ആ പാമ്പിനെ കാണാതാവാണ്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ വിഷമം പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ റീസിന്റെ അടുത്ത് പറഞ്ഞു, മോനെ നമ്മുടെ ചേരയില്ലേ, അതിനെ ഇപ്പൊ കാണാറേ ഇല്ലടാ, എത്ര നാളായിട്ടെന്നറിയോ ഈ വഴിക്ക് വരാറേ ഇല്ല. അപ്പൊ അങ്ങനെ അടുപ്പുള്ള ആരിനെ കുറിച്ച് പറയണ പോലെ അമ്മ ഇങ്ങനെ പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒന്ന് പറ്റിക്കാന്ന് കരുതിയിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കാണ്. അമ്മേടെ അടുത്ത് പറയാണ്, അമ്മ ഇതേ ചേര. അമ്മ ഇങ്ങനെ ഓടി വന്നു കഴിഞ്ഞപ്പോ അയ്യോ പറ്റിച്ചേന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അമ്മയുടെ മുഖത്തെ പ്രകാശം മാഞ്ഞു നല്ല പോലെ. ഒന്ന് പൊയ്ക്കേ റീസ് മോനെ എന്ന് പറഞ്ഞ് തിരിച്ചു നടന്നു. അതെ, അടുപ്പുള്ള ഒരാള് തന്നെയാണ് അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതെന്ന് അങ്ങനെ എഴുതുന്നുണ്ട്. അങ്ങനെ എന്താണ്, ഒരു അതിഥിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബഷീറിനോടുള്ള ഒരു സ്നേഹം പുസ്തകത്തില് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കുഞ്ഞു ബഷീറിനെ എല്ലാ എഴുത്തിലും സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ അമ്മ എങ്ങനെയാണ് അതിഥീനെ കണ്ടിരുന്നത്, അതെങ്ങനെയാണ് വീട്ടുകാരനായിട്ട് അതിഥി മാറിയതെന്നൊക്കെ എഴുതുന്നുണ്ട്. വല്യമ്മച്ചീനെ പറ്റി എഴുതുമ്പോഴും ഒരു നല്ല രസമായിട്ടാണ്. വല്യമ്മച്ചി എങ്ങനെയാണ് വല്യമ്മച്ചീനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ വല്യമ്മച്ചിയുടെ ഓർമ്മ. പക്ഷെ ആ വല്യമ്മച്ചി പഠിക്കാൻ പോയി പഠിപ്പ് നിർത്തിയതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. ആഹ് വല്യമ്മച്ചീനെ നന്നായിട്ട് ആശാൻ തല്ലി. ആശാന്റെ കയ്യിന്ന് വടി പിടിച്ച് വാങ്ങി കൊടുത്തു തിരിച്ച് അങ്ങേരുടെ മുതുകത്ത് ചറ പറന്ന്. അടിച്ചാൽ എന്തോരം വേദനിക്കുമെന്ന് അങ്ങേര് അറിയണമല്ലോ എന്നതാണ് വല്യമ്മച്ചിയുടെ ഭാഷ്യം. ഇങ്ങനെ അതോടുകൂടി പഠിപ്പ് നിർത്തി ഇറങ്ങിയ വല്യമ്മച്ചിയാണ്. പക്ഷെ വല്യമ്മച്ചി വളരെ എന്താണ്, സ്നേഹമൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് ഇങ്ങനെ എഴുതിയേക്കാണ്. പക്ഷെ അവസാനം മറവി വല്ലാതെ പിടിമുറുക്കിയ സമയങ്ങളിൽ ചോറുണ്ടതൊക്കെ മറന്നു പോയിട്ട് നിമിഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും, മോനെ വല്യമ്മച്ചിക്ക് ഇച്ചിരി ചോറ് തന്നേടാ, കണ്ണു നിറയും. അങ്ങനെ ചെറുപ്പത്തിൽ പണിക്ക് പോയിരുന്ന വീട്ടിൽ നിന്ന് വൈകിട്ട് ചായക്ക് കിട്ടുന്ന പലഹാരങ്ങളൊക്കെ മടിക്കെട്ടിന്റെ ഓരോരുത്തർ പൊതിഞ്ഞു വെച്ച് കൊണ്ടുവരുമായിരുന്ന വല്യമ്മച്ചിനെ കുറിച്ച് എഴുതുമ്പോഴൊക്കെ നമുക്ക് നമുക്ക്
ഈ എഴുത്തുകാരനെന്നതിലുപരിയായിട്ട് നമുക്കറിയാവുന്ന ഒരാളായിട്ട് റീസ് മാറും. വല്യമ്മച്ചീനെ നമുക്കറിയാം. നമ്മളുടെ വല്യമ്മച്ചിയായിട്ടൊക്കെ മാറുന്ന പോലെ നമുക്ക് ഈ കുറിപ്പിലൊക്കെ തോന്നും. നമ്മളെ കണ്ണും അറിയാതെ നിറയുന്നൊരു എഴുത്തനുഭവം ഈ ഓരോ കുറിപ്പുകളും നൽകുന്നുണ്ട്. ഇനി ഇനി പ്രിയപ്പെട്ടവരെന്ന് പറയണ അധ്യായത്തിലേക്ക് അധ്യായത്തിലേക്ക് ഒരു വിഭാഗത്തിലേക്ക് പോകുമ്പോ മൊത്തം 12 കുറിപ്പുകളുണ്ട്. ഇതിൽ ആവർത്തിച്ച് വരുന്ന 4 അധ്യായങ്ങളിൽ തങ്ങി നിൽക്കുന്ന പേരെന്ന് പറയുകയാണെങ്കിൽ ബഷീറിന്റെയാണ്. ബഷീറിനോട് റീസിനോടുള്ള റീസിനുള്ള ഒരു ഇഷ്ടം ഈ അധ്യായങ്ങളിലേക്ക് കടക്കുന്നതിനൊക്കെ മുൻപേ നമുക്ക് മനസ്സിലാകും. എന്താണ് അദ്ദേഹം തന്റെ ജീവിതത്തിലും ഭാഷയിലും ഒരു കുഞ്ഞ് റീസ് തന്റെ ജീവിതത്തിലും ഭാഷയിലൊക്കെ ഒരു കുഞ്ഞ് ബഷീറിനെ സൂക്ഷിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിലെ തേന്മാവ് എന്ന കഥയിലൂടെ ആദ്യമായിട്ട് ബഷീറിനെ കുറിച്ച് അറിഞ്ഞ് പിന്നീട് ബഷീറിന്റെ പുസ്തകങ്ങളൊക്കെയും തപ്പിപ്പിടിച്ച് വായിച്ചും അദ്ദേഹം നടത്തിയ യാത്രകളുണ്ട്. ബഷീറിനെ നേരിട്ട് കാണുവാൻ കഴിയില്ല എന്നൊരു വിഷമത്തെ ലഘൂകരിക്കാൻ എന്നോണം നടത്തിയ യാത്രകളായിരിക്കണം ബഷീറിലൂടെ സ്വന്തമാക്കിയ മനുഷ്യരെ പ്രിയപ്പെട്ടവരിലേക്കാണ് റീസ് തോമസ് ചേർത്ത് വയ്ക്കുന്നത്. പ്രിയപ്പെട്ട ഒരാളായിട്ടിരിക്കുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. എന്താണ് പ്രിയപ്പെട്ടവരെയൊക്കെ സ്വന്തമായിട്ട് കരുതി അതൊക്കെ നമുക്കും ഭയങ്കര അത്ഭുതം ഒക്കെ തോന്നും. ബഷീർ ദ മാൻ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഒരു ഡോക്യുമെന്ററി ഉണ്ട്. ബഷീറിന്റെ ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററിയില് സംവിധാനം ചെയ്തിരിക്കുന്ന എം എ റഹ്മാനാണ്. ആ എം എ റഹ്മാനെ ആഹ് ആഹ് 9ാം അഡ്രസ്സിലൂടെ ആ ഡോക്യുമെന്ററി അയച്ചു തരാൻ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ് അഡ്രസ്സിലൂടെ ആ ഡോക്യുമെന്ററി കൈപ്പറ്റുന്ന ഒരു റീസ് തോമസിനെ പറ്റി എഴുതുന്നുണ്ട്. ബഷീറിന്റെ പുസ്തകങ്ങളിലെ സംശയങ്ങൾ പോലും അധ്യാപകർ റീസിനോട് തിരക്കിയിരുന്നു എന്ന് എഴുതുന്നുണ്ട്. 2009 ബഷീർ സ്റ്റാമ്പുകൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് നിരന്തരം വിളിച്ച് ബഷീർ സ്റ്റാമ്പ് സ്വന്തമായിട്ട് കൈപ്പറ്റിയതിനെ പറ്റി എഴുതുന്നുണ്ട്. 15 വർഷത്തോളമായി ഈ സ്റ്റാമ്പ് ഇപ്പോഴും കൂടെയുണ്ട്. ഈ സൂക്ഷിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് എഴുതുന്നത്? നേട്ടമാണ്, സ്നേഹമാണ്, ഓർമ്മയാണ്. ഇങ്ങനെ ഇങ്ങനെ പഴയതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുമ്പോഴാണ് പഴയ കാലവും ഒപ്പം ഉണ്ടാവുക. നമ്മളൊക്കെ ആ പഴയ നമ്മളാവുക. നമ്മളെന്നും പഴയ നമ്മളാവുക. ലെറ്റ് us ബി ദ ഓൾഡ് ആസ് ഫോർ എവർ എന്ന് ഇങ്ങനെ കൂടെ ചേർക്കുന്നുണ്ട്. എന്നും നമ്മളെന്നും ആ പഴയ നമ്മളാവുക. ഇങ്ങനെ ഫിലോസോഫിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങള് അറിഞ്ഞോ അറിയാതെയൊക്കെ റീസ് തോമസ് ഇങ്ങനെ ചേർത്ത് വെക്കുന്നുണ്ട്. ബഷീറിനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു ചിത്രം വരച്ചു കൊടുത്തിരുന്ന ഒരു സുഹൃത്തിനോടുള്ള ഒരു നന്ദിയും കുറിപ്പില് രേഖപ്പെടുത്തുന്നുണ്ട്. ആ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുറിപ്പും ഇതിലുണ്ട്. എന്താണ് ഇങ്ങനെ ജീവിതത്തില് ആശ്വാസമായെത്തിയ എല്ലാ മനുഷ്യരോടുള്ള നന്ദി കൂടിയായിട്ട് ഈ പുസ്തകം മാറുന്നുണ്ട്. ഈ ഈ വായന റീസ് മോറിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് എഴുതുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള മഴുവന്നൂർ പബ്ലിക് ലൈബ്രറിയിൽ നിന്നും അംഗത്വം എടുത്തതിന് ശേഷം അതിനുശേഷമാണ് പുസ്തക വായനയുടെ ലോകത്തേക്ക് റീസ് എത്തുന്നത്. ആദ്യകാലമൊക്കെ ഈസോപ്പ് കഥകളും CP പള്ളിപ്പുറം ഒക്കെ ആയിരുന്നു എല്ലാവരെയും പോലെ വായിച്ചിരുന്നത്. പിന്നീട് മുട്ടത്ത് വർക്കി നന്ദനാരിലേക്കൊക്കെ എത്തിയിരുന്നെങ്കിൽ പോലും എഴുത്തുകാരിൽ ആരാധനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോട്ടയം പുഷ്പനാഥിന്റെ ദി ബ്ലേഡ് എന്നതാണ് കണ്ണിലുടക്കിയത്. അന്ന് തൊട്ടാണ് വായനയോട് ആർത്തി തോന്നുന്നത് എന്നൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ജനകീയമായ നോവലുകള് സാഹിത്യ ലോകത്തെ തകർക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ റീസിന്റെ പുസ്തകം ഒന്ന് മറിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കോട്ടയം പുഷ്പനാഥ് ആ കാലത്തെ ഏറ്റവും ജനകീയനായ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് ഒരു പുസ്തകം വായിച്ചു പൂർത്തീകരിക്കാനുള്ള ഊർജവും ഉന്മേഷവും ഒക്കെ നൽകിയതെന്ന് അദ്ദേഹം കുറിച്ചിടുന്നുണ്ട്. കോട്ടയം പുഷ്പനാഥിൽ നിന്നുമാണ് ബഷീറിലേക്കും MT യിലേക്കും ഒറ്റക്കാടിലേക്കും പൗലോ കൊയ്ലോയിലേക്കുമൊക്കെ അദ്ദേഹം എത്തിച്ചേരുന്നതെന്ന് എഴുതുന്നുണ്ട്. 2017 മെയ് 4-ന് കോട്ടയം പുഷ്പനാഥിനെ ചെന്ന് സന്ദർശിക്കുന്നുണ്ട്. ഒരു ഒരു എന്താ ഒരു ബുക്ക് ഹോളിക് എന്നൊക്കെ ഒരു ബുക്ക് ഹോളിക് ആവുക, ഒരു പുസ്തകങ്ങളെ മാത്രം ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാവുക, ആ പുസ്തകങ്ങളിലൂടെ എഴുത്തുകാരനെ സ്നേഹിച്ച് എഴുത്തുകാർക്ക് വേണ്ടി യാത്രകൾ നടത്തുക, പ്രിയപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹം ഇങ്ങനെ കോട്ടയം പുഷ്പനാഥിനെ പോയി കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തുണ്ടായ സംഭാഷണങ്ങളെ കുറിച്ചൊക്കെ റീസ് എഴുതുന്നുണ്ട്. അങ്ങനെ ഫാബി ബഷീറിനെ കാണാൻ പോകുമ്പോഴും റഹ്മാൻ സാറിനെ കാണാൻ പോകുമ്പോഴും ഒക്കെ അവിടേക്കായി തന്നെയാണ് റീസ് പോയതെന്നുള്ളത്
സ്നേഹത്തിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതിനു വേണ്ടി മാത്രമായിട്ട് നടത്തിയ യാത്രകൾ, അങ്ങനെ പ്രിയപ്പെട്ട ആളുകളെ കണ്ടുമുട്ടാൻ, പരിചയപ്പെടാൻ, എന്നും അതേപോലെ നിലനിർത്താൻ ഇഷ്ടത്തോടെ കഷ്ടപ്പെടുന്ന ആത്മാർത്ഥതയുള്ള ഒരു എഴുത്തുകാരനെ നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ബഷീറിനെ കണ്ടുമുട്ടണം എന്നുള്ളൊരു ആഗ്രഹം, ബഷീറിനെ കാണാത്തൊരു ലോകത്ത് നമ്മളൊക്കെ എന്നുവെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം എല്ലാ വായനക്കാരനും സ്വതവേ ഉള്ളതാണ്. പക്ഷേ റീസിന് മുൻപേ ബഷീർ മരിച്ചു പോകേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. കാരണം ആഹ് അത്രയും അത്രയും ഭംഗിയായിട്ട് ബഷീറിനെ സ്നേഹിക്കുന്നത് നല്ല രസാണ്. അങ്ങനെ അങ്ങനെ ബഷീറും റീസും കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഏതെങ്കിലും ബഷീറിന്റെ ഏതെങ്കിലും ഒരു പുസ്തകത്തില് ഒരു എന്റെ ബഡ്കൂസ് പയ്യെന്നോ എന്നൊരു അധ്യായം റീസിനായിട്ടുണ്ടാവുംന്ന് എനിക്ക് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പിന്നീട് പൗലോ കൊയ്ലോയിലേക്ക് എത്തുന്ന ഒരു കാര്യം പറയുന്നത് 2006 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ചിട്ട് ഇങ്ങനെ ആൽക്കമിസ്റ്റ് പുസ്തകത്തിൽ ഇങ്ങനെ വെബ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവും, വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും എഴുത്തുകാരൻ്റെ. ആ വെബ്സൈറ്റിലേക്ക് സ്കൂൾ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചു. പിന്നീട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിന് മറുപടി വന്നു. അങ്ങനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന പൗലോ കൊയ്ലോ പിന്നീട് എഴുത്തുകാരന്റെ സ്കൂൾ അഡ്രസ്സിലേക്ക് ഒരു ഓട്ടോഗ്രാഫ്ഡ് കാർഡ് അയച്ചു. പിന്നീട് അങ്ങനെ ഇടയ്ക്കിടെ മെയിലുകൾ കൈമാറി, ട്വീറ്റുകൾ കൈമാറി. പൗലോ കൊയ്ലോ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന 198 പേരിൽ ഒരാൾ റീസ് തോമസ് ആണെന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ഒത്തിരി മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. സുഹൃത്തും ചലച്ചിത്ര നടനായിട്ടുള്ള സജിൻ ചെറുകയിൽ ദി ഫെനറ്റിക് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് പ്രോഗ്രാമിനായിട്ട് റീസിനെ ക്ഷണിക്കുകയുണ്ടായി. ചില പ്രശസ്ത വ്യക്തികളോട് ചില മനുഷ്യർക്കുള്ള വളരെ യഥാർത്ഥമായിട്ടുള്ള ഇഷ്ടം, ആരാധന എന്നതിനൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണത്. അങ്ങനെ ആ പ്രോഗ്രാമില് പൗലോ കൊയ്ലോ ആയുള്ള ബന്ധത്തെ പറ്റിയിട്ട് കുറിച്ച് റീസ് വിശദീകരിക്കുന്നുണ്ട്. ആ യൂട്യൂബിൽ ലിങ്ക് പൗലോ കൊയ്ലോയ്ക്ക് അയച്ചു കൊടുത്തതിന് ശേഷം പൗലോ കൊയ്ലോ അത് ഷെയർ ചെയ്തിട്ട് അതിന് അടിയിൽ കുറിച്ചിരിക്കുന്നത് വളരെ സന്തോഷം തോന്നി, വീഡിയോ കണ്ട് കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുറത്തുള്ള ഒരു വ്യക്തിനെ കുറിച്ച് പൗലോ കൊയ്ലോ ഇങ്ങനെ ഒരു ട്വീറ്റ് ഷെയർ ചെയ്യാന്നൊക്കെ ഉള്ളതൊക്കെ എനിക്കിങ്ങനെ പറയാന്നുള്ളതൊക്കെ എന്റെ വളരെ ഭാഗ്യമായിട്ട് കരുതാണ്. ഇതിനപ്പുറത്തേക്ക് എന്താണ് ആഗ്രഹിക്കേണ്ടതെന്ന് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ തോന്നിപ്പോവും. ഓരോ കുറിപ്പിലും ഈ വിധം ആത്മാർത്ഥമായ സ്നേഹം അങ്ങനെ അങ്ങനെ തുളുമ്പി പോകുന്നുണ്ട്. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുക. പ്രതീക്ഷിച്ചില്ലെങ്കിലും തിരികെ വരും. ആ വരുന്നത് നമ്മുടെ കണ്ണ് നിറയ്ക്കുവാൻ കഴിയുന്ന സന്തോഷമായിരിക്കും എന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇങ്ങനെ നടത്തിയ ഓരോരോ യാത്രകൾ, അതിലൂടെ ഉണ്ടായ പ്രിയപ്പെട്ടവര്, മൊയ്തീന്റെ കാഞ്ചനമാലയെ കാണാൻ പോയ കഥയും, വഴി കാണിച്ചു തന്ന മനുഷ്യരോടുള്ള സ്നേഹവും, സുഹൃത്തുക്കളെയൊക്കെ നേട്ടങ്ങളായിട്ട് കാണാനുള്ള ഒരു മനസ്സും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. സിനിമാ നടനായിട്ടുള്ള വാവച്ചനെ കാണാൻ പോയ അനുഭവമൊക്കെ എഴുതുന്നുണ്ട്. വാവച്ചനെ കാണാൻ പോയി കഴിഞ്ഞ കഥ 2 ഭാഗങ്ങളിലായിട്ടാണ് എഴുതിയിട്ടുള്ളത്. വാവച്ചനെ കാണാൻ പോകുമ്പോൾ കൂടെ കൂട്ടുന്ന സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. അതിങ്ങനെ രംഗം എന്ന് പറയുകയാണെങ്കിൽ ഉം. ഇങ്ങനെ പറയാം. നിനക്കറിയാം അങ്ങേരെ ജയരാജ് സാറിന്റെ സിനിമകൾ മാത്രം കാണാറുള്ള ഒരു പ്രായമായ അപ്പൂപ്പനില്ലേ? ആനച്ചന്തം പടത്തിനകത്ത് സലീം കുമാറിനോട് മോനെ പപ്പ ഒരാനവാല് തരാവോ എന്ന് ചോദിച്ച് പിള്ളേരുടെ കൂടെ വരുന്ന ആളില്ലേ? പിന്നെ അവസാനമായിട്ട് ഇങ്ങനെ പറയാണ്, എടാ തിളക്കത്തിലേ അതെ പഞ്ചവർണ്ണത്തിന്റെ മുണ്ട് പറിക്കാൻ പോണേന്ന് പറഞ്ഞ ആദ്യം ചാടി എണീക്കുന്ന വെള്ള ജുബ്ബയിട്ടൊരു അപ്പൂപ്പൻ, അതാണ് വാവച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾക്കും കൂടിയുള്ളൊരു പരിചയപ്പെടുത്തലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ രംഗം വായനക്കാർക്ക് കൂടിയുള്ളതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വാവച്ചനെ കാണാൻ പോയ കഥ എഴുതുന്നുണ്ട്. അനുഭവിച്ച കാര്യങ്ങൾ വായനക്കാരിലേക്ക് അതേപടിയൊക്കെ എത്തിക്കുക എന്നത് കഷ്ടപ്പെട്ട പണിയാണ്. ശരിക്കും അതേ ഭാഷയിൽ അതേ അനുഭവം നമ്മളിലേക്ക് എത്തിക്കുക. പക്ഷെ അതേ നമുക്ക് അന്ന് ആ ഒരു അനുഭവിച്ച വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമ്മളിലേക്കും റീസ് ഭംഗിയായിട്ട് പങ്കുവെക്കുന്നുണ്ട്. 2016 ആദ്യത്തെ കണ്ടുമുട്ടല്. മൂവാറ്റുപുഴയിലെ നിന്ന് ചുങ്കപ്പാറയിലേക്ക് അവിടം വരെ എത്തി ഒരു വാവച്ചനെ കാണാണ്. വാവച്ചന്റെ ഒരു ഒച്ചയടഞ്ഞ ശബ്ദമാണ്. നമ്മളിത് വായിക്കുമ്പോൾ തന്നെ നമ്മള് ഒച്ചയില് വായിച്ചു കഴിഞ്ഞാലാണ് എന്താ എഴുതിയിരിക്കണേന്ന് മനസ്സിലാവുള്ളൂ. ആ ഒരു വാവച്ചന്റെ
ഓമനത്തത്തോടുള്ള ഒരു ഭാഷയൊക്കെ ഭംഗിയായിട്ട് എഴുതുന്നുണ്ട്. ഇങ്ങനെ എന്താണ് വീണ്ടും സംസാരം. "വാവച്ചൻ ഇവിടെ ഒറ്റയ്ക്കാല്ലേ?" ഞാൻ ചോദിച്ചു. "അതെ ഒറ്റയ്ക്കാ. ജയരാജ് സാറിനെ ചെറുപ്പം തൊട്ട് അറിയാല്ലേ?" ഞാൻ ചോദിച്ചു. "ജയരാജാദിനെ ഞാൻ എത്തോന്ത് നടന്നതാ." അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ വായിക്കുമ്പോ അതില് എത്രമാത്രം ഞാൻ മനസ്സിൽ വായിക്കുമ്പോ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ഓമനത്തമുണ്ട്. പക്ഷെ ഞാനത് വായിക്കുമ്പോ എത്രമാത്രം അങ്ങനെ ആവണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വാവച്ചന്റെ ഓമനത്തുള്ള സംഭാഷണങ്ങള് ഓമനത്തോടെ തന്നെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംവിധാനവും കടബാധ്യതകളൊക്കെ ആയിട്ട് വിഷമിച്ചിരുന്ന ഒരു സമയത്ത് വാവച്ചന്റെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. "മോനെ, മോനൊരു ദെവത്ത് ഇങ്ങോട്ട് വാ. എത്ര നാളായി വന്നിട്ട്." ആ ഒരു വിളിയില് വണ്ടി ഓടിച്ച് റീസ് അവിടെ എത്തി വാവച്ചനെ കണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്റെ കണ്ണിലെ നനവ് മനസ്സിലാക്കി വാവച്ചൻ എന്നെ ഇക്കിളിയിട്ട് ചിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ പഴയ ഞാനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. വാവച്ചന്റെ സ്നേഹം, എഴുത്തുകാരന്റെ ദുഃഖം എല്ലാം കൊണ്ടും മനസ്സ് തുളുമ്പിപ്പോകും. അന്ന് എന്താണ് വാവച്ചൻ വാവച്ചന്റെ മടിയിൽ ഇങ്ങനെ കിടന്ന് വാവച്ചൻ തലയിൽ ഇങ്ങനെ തലോടി, മൂർധാവിൽ തലോടി എന്നാ പറഞ്ഞേനെ. അന്നൊരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുത്തു. കട്ടൻ കാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് സിനിമ നിർത്തിയാലോ എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ വാവച്ചന്റെ അടുത്ത് പറയുമ്പോ വാവച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്. "പുത്തിയില്ലാത്ത എന്നെ വന്ന് മോൻ പദം പിതിത്ത് ഇവിടത്തെ ഏറ്റവും വലിയ സവാദ് സിനിമ നിർത്തണ്ട." ഇത്രയും ഇത്രയും ഓമനത്തായിട്ടൊക്കെ എങ്ങനെയാ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അത്രയും ഓമനത്തായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കുറിപ്പും നമുക്കിങ്ങനെ അതേപടി ഇങ്ങനെ വൈകാരികമായിട്ട് എങ്ങനെയാണോ എഴുത്തുകാരൻ എനിക്ക് അതുപോലെ നമ്മളിലേക്ക് എത്തിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെടല് ഡാനിയൽ സിനിമയുടെ പിതാവായിട്ട് ജെ.സി. ഡാനിയലിനെ കാണാൻ പോയ അനുഭവമൊക്കെ ഒറ്റയ്ക്ക് അഗസ്തീശ്വരം വരെ പോയി കണ്ടു അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാവുന്ന കുഴിമാടം പോയി സന്ദർശിക്കൽ മാത്രമാണ്. അങ്ങനെ കുഴിമാടം വരെ പോയി സന്ദർശിച്ച് മടങ്ങുന്നുണ്ട്. അങ്ങനെ സന്ദർശിച്ച് മടങ്ങുമ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോവേണ്ടി വന്നൊരു ഒറ്റയ്ക്ക് പോയി കാണേണ്ടി വന്നതിന്റെ ഒരു വിഷമം എഴുതുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെടൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് അല്ലാതെ വരുമ്പോഴുണ്ടാവുന്ന ദുഃഖവും, പക്ഷെ ഒറ്റപ്പെടൽ തിരഞ്ഞെടുത്ത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നതിന്റെ ആനന്ദവും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട്. ഇങ്ങനെ ടി.വി. ചന്ദ്രൻ, രാമചന്ദ്ര ബാബു സ്വന്തം മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ അയൽക്കാരനെ വെടിവെച്ച് കൊന്ന ശങ്കരനാരായണൻ എന്ന പിതാവിനെ കാണാൻ പോയ കഥയൊക്കെ തെളിയുന്നുണ്ട്. ഇങ്ങനെ സിനിമ എന്ന സച്ചിൻ എ ബില്യൺ ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു കുറിപ്പുണ്ട്. സിനിമ എന്ന ഭാഗത്തിലാണ്. ആ സിനിമ എന്ന ഭാഗത്തില് പക്വതയും വികസനവും മനുഷ്യനെ തിന്നു എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇന്ന് എന്താണ് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സുനിൽ പി ഇളയിടത്തിന്റെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇന്ന് കുട്ടികളില്ല, ഇന്ന് ചൈൽഡ് ഇല്ല, അഡൽറ്റ് ചൈൽഡ് ആണുള്ളത് എന്ന് പറയാണ്. അങ്ങനെയുള്ള ഒരു ആശയമൊക്കെ ഈ സച്ചിനെ ബില്യൺ ഡ്രീംസിൽ കടന്നു വരുന്നുണ്ട്. പക്വതയും വികസനവും മനുഷ്യനെ തിന്നു എന്നൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇങ്ങനെ ഭംഗിയായിട്ട് തമാശകളും അതുപോലെ തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളൊക്കെ കൂട്ടി വെക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ കണ്ണ് തുറക്കേണ്ടത് എവിടേക്കാണ് നമ്മൾ മിഴി തുറക്കേണ്ടത്, എങ്ങനെ ഏത് യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ കാണേണ്ടത് എന്നൊക്കെ പ്രത്യേകമായിട്ട് ചിന്തകൾ ഇങ്ങനെ കുറിക്കുന്നുണ്ട്. പിന്നെ അവസാന ഭാഗത്ത് ചിന്തകൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. ചിന്തകൾ എന്ന് പറയുന്ന വിഭാഗത്തില് മനസ്സിലുണ്ടായ ചിന്തകളൊക്കെ ഇങ്ങനെ കോറിയിട്ടിരിക്കുകയാണ്. അത് എന്താണ് അതിൽ ആത്മാംശങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് എടുത്തെടുത്ത് എഴുതിയിരിക്കുന്നതല്ല. എന്താണ് അതിങ്ങനെ ചിന്തകൾ ഇങ്ങനെ വെറുതെ കഥയായിട്ടും ചിന്തകളായിട്ടൊക്കെ ഇങ്ങനെ കോറിയിട്ടേക്കാണ്. അതില് കാമാത്തിപുര എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിലെ നായകൻ കാമാത്തിപുര എന്ന പേര് കേട്ട ചുവന്ന തെരുവില് ഒരു സ്ത്രീയെ അവിടെ കണ്ടുമുട്ടാണ്. അവിടെ സ്ത്രീയെ കണ്ടുമുട്ടിയിട്ട് കെട്ടിപ്പിടിച്ച് മാത്രം മടങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്നേഹത്തിന്റെ ഇങ്ങനെ അവിടെ ചെന്ന് ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക മാത്രം ചെയ്തിട്ട് ഇങ്ങനെ മടങ്ങി ഇങ്ങനെ പോരാ. ആഹ് എന്താ ആ സ്ത്രീക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി പോയി. ഈ ഇത് കണ്ട് ഇവിടെയും വരെയും ആ ആ കഥാനായകനെ അവിടെ വരെ എത്തിച്ച ഓട്ടോറിക്ഷക്കാരൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇയാളുടെ പ്രവൃത്തി കണ്ട് നിൽക്കാണ്. ഇങ്ങനെ സ്നേഹത്തിന്റേതായ വിവിധമായിട്ടുള്ള മുഖങ്ങളാണ് ഈ പുസ്തകം നിറയെ ഉള്ളത്. ഇങ്ങനെ റീസ് ഇങ്ങനെ ഭയങ്കര വിഷമിക്കണ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രഗ്ലിംഗ് ഫേസുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണ് ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാറ്റിനെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ പ്രയാസങ്ങളെയും മറികടക്കാൻ റീസിന്റെ കൈവശം എന്തൊക്കെയുണ്ട്. ആ ആ കൈവശം ഉള്ളതിന്റെയൊക്കെ ഏതെങ്കിലും ഒരു അംശമൊക്കെ ഈ പുസ്തകത്തിലും ഉണ്ട്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമുക്ക് സങ്കടവും സന്തോഷവും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. റീസിനെ നമുക്ക് മനസ്സിലാകും. ജീവിക്കുക എന്നുള്ളത് പ്രയാസമാണെങ്കിലും അതിലെല്ലാത്തിലും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം റീസ് കണ്ടെത്തുന്നുണ്ട്.
നമ്മൾക്ക് പ്രിയപ്പെട്ടതായിട്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മളായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും എന്ന് റീസ് വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകം ലോജിക്കിലല്ല പ്രവർത്തിക്കുന്നത്, ഒരു അത്ഭുതം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബന്ധം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ള റീൽസ് കണ്ടുമുട്ടുന്ന ആളുകൾക്കൊക്കെ റീസായിട്ട് നേരത്തെ എന്തൊക്കെ പരിചയമുണ്ടെന്ന് റീസ് ഓരോ ഇങ്ങനെ എഴുതുന്നുണ്ട്. എന്താണ് കാഞ്ചനമാലേനെ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ കാഞ്ചനമാലയുടെ കുടുംബവും കോട്ടയം പുഷ്പനാഥിന്റെ കുടുംബവും തമ്മിൽ ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകും നമ്മൾ അറിയാതെ തന്നെ എന്ന് ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ പ്രതീക്ഷയും സ്നേഹം കൊണ്ടും എങ് ഒരു മെസ്സിലെ ചേട്ടനെ പറ്റി എഴുതുമ്പോ ആ ചേട്ടനെ കുറിച്ച് എഴുതുമ്പോ ആ മെസ്സിലെ ആ ചേട്ടന്റെ വൃത്തിയില്ലായ്മേനെ കുറിച്ച് എഴുതണം. പക്ഷെ വൃത്തിയില്ലായ്മയിലും വളരെ സ്നേഹത്തോടു കൂടിയ അതെങ്ങനെ അങ്ങനെ എഴുതിയിരിക്കുന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഭയങ്കര ആ വൃത്തിയില്ലായ്മേനെ വളരെ സ്നേഹത്തോടു കൂടി മെസ്സിലെ സാബുച്ചേട്ടൻ പറ്റിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും ഒരു സ്നേഹം, പ്രത്യാശയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. എല്ലാറ്റിനും വലുതാണ് സ്നേഹം, പ്രത്യാശ എന്നൊക്കെ റീസിന്റെ ഈ പുസ്തകം വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. പുസ്തകം വായിച്ചത് വളരെ സന്തോഷത്തോടു കൂടിയും വായന കഴിയുമ്പോൾ വളരെ വളരെ മിക്സഡ് ആയിട്ടുള്ള ഒരു വിഷമവും നമുക്ക് ഒരു ഒരു വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ഈ പുസ്തകത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഓരോരോ അധ്യായങ്ങളെ പറ്റി പറയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഈ പുസ്തകത്തിന് എല്ലാരും വായിക്കണം എന്നുള്ളൊരു ഇത് വെച്ചുകൊണ്ട് ഞാൻ ഇത്രയായിട്ട് ഇനിയുണ്ട് ഇതിൽ പുസ്തകത്തിൽ അധികം ഞാൻ എല്ലാത്തിനും ഒന്ന് ചുരുക്കി ഇങ്ങനെ പറഞ്ഞു നിർത്താണ്. പിന്നെ ഞാനൊരു 2K കിഡാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 2005 കാലഘട്ടത്തിന്റെ ഇടയിൽ വന്ന കാരണം തന്നെ 90 കിഡിന്റേതായിട്ടുള്ള ഒരു ഇത് കൈവശം ഉണ്ട് താനും. പക്ഷെ 2K കിഡിന്റെ അംഗീകാരം കിട്ടുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് കണക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും 2K കിഡിന്റേതായിട്ടുള്ള എനിക്ക് ശക്തിമാൻ മാത്രം കണ്ട് ടിവിയിൽ കണ്ട ഒരു കാലഘട്ടം കാസറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ കാസറ്റ് ഒന്നും കേട്ട് ഞാൻ പാട്ട് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ചിലപ്പോൾ ഉണ്ടായി കാണും. അതിനൊക്കെ ക്ഷമിക്കാം. പിന്നെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് റീസ് തോമസ് എന്ന് സംബോധന ചെയ്തത്. എനിക്ക് അങ്ങനെ അതിൽ ക്ഷമിക്കുക. പിന്നെ ഇത്രയും യാത്രകളെ ഇത്രയും സ്നേഹിക്കാനും ബുക്കുകൾ ഇത്ര സ്നേഹിച്ചിങ്ങനെ പിന്നെ എനിക്ക് എല്ലാം കൊണ്ടും വളരെ സന്തോഷം, സ്നേഹവും ബഹുമാനമൊക്കെ തോന്നി. കാരണം അപ്പുറത്തിരിക്കണ എന്നെ കേൾക്കണ വ്യക്തി നാളെ നാളെ ഇങ്ങനെ റീസ് തോമസിന് ഒരുപാട് ആളുകൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ എനിക്ക് ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് എന്റെ ഭാഗ്യമായിട്ടും അതുപോലെ തന്നെ പിന്നെ ഈ പുസ്തകം എന്നെ പരിചയപ്പെടുത്തിയത് ഹീര ടീച്ചറും കൃഷ്ണകുമാർ മാഷാണ്. അതിനുള്ള നന്ദിയും ഞാൻ പറയാണ്. നന്ദി. നന്ദി ലിഖിത. വളരെ രസകരമായ ഒരു പുസ്തക നിരൂപണത്തിന് അത്രയേറെ സ്നേഹം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി. ഒരു ബുക്ക് ഹോളിക്കായ നിധി കണ്ടെത്തി സ്വന്തമാക്കാനുള്ള ട്രഷർ ഹണ്ടിങ്ങിന് തുല്യമാണ് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം നടത്തുന്ന പുസ്തക വേട്ടയെന്ന് സുഹൃത്തുക്കൾ കളിയാക്കിയിരുന്നു. അതൊരു പക്ഷേ അദ്ദേഹം വോൾഫ്ഗാങ് ഹെറൻഫോർഡിന്റെ എഴുതിയിട്ടുള്ള ടിഷിക് എന്ന ജർമ്മൻ നോവലിന് വേണ്ടിയുള്ള തിരച്ചിലൂടെ റീസ് എന്ന സഹസംവിധായകനും പുസ്തക പ്രേമിയും ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട ഒരു കാറിലെ കൗമാരക്കാരനായിട്ടുള്ള ടിഷിക്കും മെയ്ക്കും കാണാ കാഴ്ചകളിലേക്ക് യാത്രകൾ പോകുന്ന കഥയാണ് ടിഷിക്. ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വൈ വി ടുക്ക് ദ കാർ എന്ന നോവൽ റീസ വായിച്ചിരുന്നു. ഇതിന്റെ 2ാം ഭാഗം എഴുതി പൂർത്തിയാക്കുന്നതിന് മുൻപ് വോൾഫ്ഗാങ് ആത്മഹത്യ ചെയ്തുവെങ്കിലും പൂർത്തിയാക്കാത്ത പുസ്തകം പബ്ലിഷിംഗ് കമ്പനി പുറത്തിറക്കി. ആദ്യ ഭാഗം വായിച്ച റീസ് 2ാം ഭാഗം വായിക്കണമെന്ന അതിയായ മോഹത്തോടെ പുസ്തകത്തിനായുള്ള തിരച്ചിൽ ആരംഭിക്കുന്നു. പൂർണ്ണമായ ജർമ്മൻ നോവൽ ലഭ്യമല്ല. അന്വേഷിച്ച് മടുത്തപ്പോൾ റീസ് ഇൻസ്റ്റഗ്രാമിൽ ജർമ്മൻകാരെ തിരച്ചിൽ ആരംഭിച്ചു. പുസ്തകത്തിന്റെ 2ാം ഭാഗം കയ്യിലുള്ള ജർമ്മൻകാരിയെ കണ്ടെത്തുന്നു. പുസ്തകം നൽകാൻ തയ്യാറായെങ്കിലും പിന്നീട് പേജുകൾ ചിത്രങ്ങളായി അയച്ചു നൽകി. ജർമ്മൻ പഠനത്തിനായുള്ള ശ്രമവും നടത്തി. ഒടുക്കം ഓൺലൈൻ ട്രാൻസ്ലേഷൻ വഴി പരിഭാഷപ്പെടുത്തിയെടുത്തു. ഇതൊരു ട്രഷർ ഹണ്ട് തന്നെയെന്ന് തോന്നുന്നില്ലേ? എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിക്കടുത്ത് മഴുവന്നൂരിലെ ജനനം. 2015 മുതൽ 9 വർഷത്തോളമായി സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരുന്നു. TV ചന്ദ്രൻ, രാമചന്ദ്ര ബാബു, വേണു, ജയരാജ്, രാജീവ് റാവ്,
ബേസിൽ ജോസഫ്, ഗിരീഷ് ഏടി, അരുൺ ബോസ്, സെന്ന ഹെഡ്ഗെ, വിനീത് വാസുദേവൻ, വിപിൻ ദാസ് എന്നീ സംവിധായകർക്കൊപ്പം തെങ്ങലില്ല, പ്രൊഫസർ ഡിങ്കൻ, കാർബൺ, പ്രമദവനം, കമ്പട്ടിപ്പാടം, മിന്നൽ മുരളി, അയം കാതലൻ, ലൂക്ക, പത്മിനി, പൂവൻ, ഗുരുവായൂരമ്പലനടയിൽ എന്നീ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച സഹസംവിധായകനായിട്ടുള്ള റീസ് തോമസിനെ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ നേഹ, ഇപ്പൊ ജോയിൻ ചെയ്യായിരിക്കും ട്ടോ. ആ മിസ്സേ. അവിടെ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ട് ഇടയ്ക്ക് ഡിസ്കണക്ട് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. സാർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യേ. ഓക്കെ മിസ്. ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ലിഖിതയുടെ സൂപ്പർ അവതരണമായിരുന്നു കേട്ടോ. എല്ലാം വളരെ വ്യക്തമായിട്ട് അല്ലേ, ഓരോന്ന് എടുത്തെടുത്ത് പറയുന്നത് കേട്ടപ്പോൾ സൂപ്പറായിരുന്നു അവതരണം. പറഞ്ഞ മാതിരി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് എല്ലാത്തിനെ കുറിച്ചും പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ ഫീൽ ചെയ്തത് വായിച്ചപ്പോൾ. ഒന്നും മാറ്റി നിർത്താനില്ല. എല്ലാ കഥകളും എല്ലാ അനുഭവങ്ങളും യാത്രകളും ഒക്കെ യാത്രാവിവരണമൊക്കെ സൂപ്പറായിരുന്നു. അപ്പോൾ അത് വളരെ നന്നായിട്ട് ലിഖിത അവതരിപ്പിച്ചു. എൻ്റെ അവിടെ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് ജോയിൻ ചെയ്യേ. ഇടയിൽ നമ്മളുടെ സുഹൃത്തുക്കളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഇടയിലൊന്ന് സംസാരിക്കാം ലിഖിതയുടെ അവതരണത്തെക്കുറിച്ച്. സർ ഓക്കെ ആണോ? സാറേ ഓക്കെയോ? നമസ്കാരം. വ്യാഴാഴ്ച വായനാഴ്ചയിലെ പുസ്തക നിരൂപണ പരിപാടിയെക്കുറിച്ച് അഭിപ്രായ പ്രകടനത്തിനായി ഏറ്റവും സ്നേഹപൂർവ്വം റീസ് തോമസിനെ ക്ഷണിക്കുന്നു. എന്തായാലും താങ്ക് യു. എൻ്റെ പറയുന്നത് കേൾക്കാലോ അല്ലേ? ആ സാർ കേൾക്കാം. എനിക്ക് ഇവിടെ ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അങ്ങനെ പറ്റിപ്പോയതാ. ഹീര മാം താങ്ക് യു. അപ്പോൾ എന്തായാലും അപ്പോൾ ഇങ്ങനൊരു ചർച്ചയിലേക്കൊക്കെ നമ്മുടെ പുസ്തകം പരിഗണിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനാദ്യം തന്നെ ഹീര മാമിനോടും പിന്നെ അത് പ്രസന്റ് ചെയ്ത കുട്ടിയെ ലിഖിത അല്ലേ? ലിഖിത, അവരോടൊക്കെ ഭയങ്കര സ്നേഹവും നന്ദിയുണ്ട്. ഞാൻ സംസാരിച്ച മുഴുവൻ കേട്ടു. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നമ്മുടെ പുസ്തകത്തിനെ പറ്റി വേറെ ആൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പറയുന്നൊക്കെ എനിക്ക് ഇങ്ങനൊരു സ്പേസിൽ കേൾക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം. നമ്മൾ എഴുതിയതിനെ ബാക്കിയുള്ളവർക്കും കണക്ട് ആവുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞു പോയതിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ ഹെഡ് മാസ്റ്റർ
പ്രേതത്തിനെ പോലെയാണല്ലോടാ നീ ഇരിക്കണേന്നൊക്കെ പറയുന്ന സീക്വൻസ് ഇവിടെ വേറൊരാൾ പറഞ്ഞു കേൾക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായി. കാരണം അത് അത് ചെറുപ്പത്തിലെ ഒരു ദിവസം ക്ലാസ്സില് നമ്മള് തമാശക്ക് പറഞ്ഞു ചെയ്ത ഒരു കാര്യത്തിന് അത് അയാളെന്നൊക്കെ വായില് വരിക. അപ്പോ അങ്ങനെ ഒരു എന്താ പറയുന്നെ അത്രയും ഏഹ് നമ്മള് സാർന്നൊക്കെ വിളിക്കുന്ന അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ടുള്ള ഒരാള് അങ്ങനെയൊക്കെ നമ്മളോട് സംസാരിച്ചത് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നതെന്ന് നമ്മളത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോ അത് അന്നൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു പല സാറുമാരും ടീച്ചേഴ്സൊക്കെ. അപ്പോ അതൊക്കെ എഴുതിയത് അങ്ങനെ മനസ്സില് ഒരു നോവായിട്ട് കിടന്നുകൊണ്ട് തന്നെയാണ്. അപ്പോ അത് വേറൊരാളിങ്ങനെ പറഞ്ഞു കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര നമ്മുടെ ഉള്ളിൽ കൂടെ വീണ്ടും ആ ഇമേജൊക്കെ വീണ്ടും കടന്നുപോയി. അപ്പോ അത് ഭയങ്കര രസമായിട്ട് പ്രസന്റ് ചെയ്തു. എനിക്ക് ഭയങ്കര പല സീക്വൻസുകളും എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ എഴുതിയ കാര്യം തന്നെയാണ് പറയുന്നതെങ്കിൽ പോലും നമുക്കത് കൊള്ളുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ആ, പിന്നെ നമ്മുടെ ഈ പാവത്താൻ സുഹൃത്തിനെ പറ്റിയിട്ടൊക്കെ അവനൊക്കെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതാണ്. അപ്പോ അവനെ പറ്റിയിട്ടൊക്കെ അന്ന് സംഭവിച്ചൊരു കാര്യം എഴുതിയത് നിങ്ങൾക്ക് കണക്ട് ആയിട്ട് വേറൊരാള് നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത്, നമ്മൾ എഴുതുന്നത് കൊണ്ടാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് നിങ്ങൾ നാളെ എഴുതി എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരിച്ച് ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോൾ അതെന്താന്ന് കണക്ട് ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അതെനിക്ക് ഭയങ്കര എന്താ പറയുന്നെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ കുഞ്ഞു ബഷീറിനെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഊഹിക്കാവുന്നതിലും വലിയ സന്തോഷമാണ്. കാരണം ബഷീറിനെ വായിക്കാത്തവര് വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാവുള്ളൂ. ബഷീർ അതുപോലെ വായിച്ചവരെല്ലാം ഉള്ളിൽ കയറുന്ന ഒരു മനുഷ്യനാണ്. അപ്പോ ബഷീറിനെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ബഷീറിനെ കാണാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോ നമ്മുടെ എഴുത്തിലും ഒരു ബഷീർ പരിപാടി കിട്ടി എന്ന് പറയുന്നതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുന്നെ അഭിനന്ദനം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഉള്ളിൽ കയറിയ ഒരു കാര്യമാണ്. അപ്പോ അതിന് താങ്ക് യു എന്തായാലും. പറയാൻ കാരണം ബഷീറിനെ വായിച്ചിട്ടുള്ളവർ തന്നെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. പിന്നെ വാവച്ചന്റെ സംസാരം അതിൽ അവസാന ഭാഗത്ത് അത് ജയരാജ് സാറിന്റെ ശ്രീ 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 വാവച്ചന്റെ സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വാവച്ചനെ കുറിച്ച് മാത്രമുള്ള ഒരു പുസ്തകം. അദ്ദേഹം ആകെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് വാവച്ചനെ കുറിച്ചാണ്. അപ്പോൾ വാവച്ചനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിലെ ഭാഗമാണ് അവസാനം ഞാൻ ആ കടുങ്കാപ്പി ഇട്ട് തന്നു കാരണം വീട്ടിൽ പോയി. അത് ജയരാജ് സാറിന്റെ അനുഭവമാണ്. അത് പേഴ്സണലി എന്റെ അനുഭവമല്ല. അപ്പോ അത് ജയരാജ് സാറിന്റെ അനുഭവം. ആ പുസ്തകം ഞാൻ വാവച്ചനെ ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കുമായിരുന്നുകൊണ്ട് ആ പുസ്തകം വന്ന ഉടനെ വാങ്ങി. ഇപ്പൊ അത് ജയരാജ് സാറിന്റെ സൈനോടുകൂടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോ വാവച്ചനെ അത്ര ഇഷ്ടമാണ്. അപ്പോ അദ്ദേഹം എഴുതിയ ആ ഭാഗമൊക്കെ വായിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ അടുപ്പം ഈ വാവച്ചനോട് നമുക്ക് ഫീൽ ചെയ്യാം. നേരത്തെ സിനിമയെ കണ്ടിട്ടുള്ള ഒരു കൗതുകമാണെങ്കിൽ കൂടിയും അതിന്റെ മുകളിലേക്കൊരു ഇഷ്ടം വന്ന ആ പുസ്തകം വായിച്ചതിന് ശേഷം. അപ്പോ അങ്ങനെയാണ് ഞാൻ കാണാൻ പോയത്. അപ്പൊ ആ ഒരു ഭാഗം അവിടെ സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ലാസ്റ്റ് ഭാഗത്ത് കടുങ്കാപ്പി ഇട്ട് തന്നു. അത് അദ്ദേഹം അങ്ങനെ സംസാരിക്കുക. വാവച്ചന്റെ സംസാരം അങ്ങനെയാണ്. അത് ജയരാജ് സാറിന്റെ പുസ്തകത്തിലും അതേ ഭാഷ അദ്ദേഹം സംസാരിക്കുന്ന പോലെ എഴുതിയേക്കണം. ഞങ്ങളോട് സംസാരിച്ചതും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അപ്പോ അതാണ് ഞാൻ ആ ഭാഷയിൽ തന്നെ എന്താ പറയാ എഴുതിയത്. അപ്പോ അത് വായിക്കുമ്പോഴും ആ ക്യൂട്ട്നെസ് കിട്ടും. അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള ലാളിത്യം നമുക്കും കിട്ടും. അതാണ് അങ്ങനെ എഴുതാൻ കാരണം. പിന്നെ സുനിൽ പി ഇളയിടം സംസാരിച്ചതിനെ പറ്റിയിട്ട് ലിഖിത പറഞ്ഞല്ലോ. അത് എന്റെയൊക്കെ മനസ്സിൽ കൂടെ എപ്പോഴും പോകാറുള്ള ഒരു കാര്യമാണ്. അത് ഈ അഡൽട്ട് ചൈൽഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഈ ബാല്യത്തിന്റെ നിഷ്കളങ്കതയും കുട്ടിത്വമൊക്കെ ഉള്ള ചൈൽഡുകൾ ഇപ്പൊ എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ചെറുപ്പത്തിലെ ഫോണും സോഷ്യൽ മീഡിയ കിട്ടുമ്പോൾ ഇതൊരു വിമർശനമായിട്ട് പറയുന്നതല്ല. പക്ഷെ അത് നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ കുട്ടിത്വം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് ഈ പക്വത പ്രവൃത്തിയിലും മതി, മനസ്സിൽ വേണ്ട വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ ഈ പക്വത ചെറുപ്പത്തിലെ വന്നു പോയാൽ പിന്നെ നമ്മുടെ ബാല്യം നമ്മള് എങ്ങനെ ഞാനൊക്കെ ഇപ്പോഴും കുട്ടിയാണ്. അല്ലെങ്കിൽ ബാല്യത്തിന്റെ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ മനസ്സ് സൃഷ്ടിക്കുന്ന, അതുപോലെ സെൻസിറ്റീവായ, അതുപോലെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് അത് ഓർക്കാനില്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ നമുക്ക് പക്വത ഒന്നുകൊണ്ടൊരു കാര്യമില്ല. അപ്പോ സുനിൽ സാറൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടില്ല പേഴ്സണലി അത്. പക്ഷെ അങ്ങനെ അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം കറക്റ്റ് കാര്യമാണ്. അഡൽട്ട് ചൈൽഡുകളാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാണ്ട് ചൈൽഡുകളില്ല. പിന്നെ വേറെ കാര്യം സാബു ചേട്ടനെ പറ്റിയിട്ടാണല്ലോ അവസാനം പറഞ്ഞ് നിർത്തിയത്. അത്
ഈ വൃത്തിയില്ലാത്ത മനുഷ്യരാണ് അല്ലെങ്കിലൊക്കെ പോലെ നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയ കാലഘട്ടത്തില് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സാബു ചേട്ടൻ. അപ്പോ സാബു ചേട്ടൻ നമ്മളറിയാണ്ട് നമ്മുടെ കൂടെയുള്ള പല മനുഷ്യരും നമ്മുടെ ഒരു നല്ല സമയത്ത് നല്ല കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യര് പിന്നീട് കുറെ കാലം കഴിയുമ്പോ നമുക്ക് അവരന്ന് ഉണ്ടായിരുന്നൊരു നമ്മളാ കാലം ഓർക്കുന്നതിലൂടെ ഇവരും ഓർക്കും. അപ്പോ നമ്മളവരെ എന്തോരം മിസ് ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നീടാ മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരു ദിവസം ഈ ഭയങ്കര ആകസ്മികമായിട്ട് ഈ പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജിന്നാണ് ഇദ്ദേഹം മരിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കുക. അത് ഈ കുറിപ്പ് പേഴ്സണലി ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് കരയാറുണ്ട്. അപ്പോ എനിക്കത് അങ്ങേരെ ഇനി നമ്മൾ അവിടെ ചെന്നാലും കാണാം. നമ്മൾ കോളേജിലൊക്കെ വീണ്ടും റീവിസിറ്റ് ചെയ്യുമല്ലോ. വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്ക് അവിടെ പോവാം, പരിസരങ്ങൾ കാണാം. പക്ഷെ ആ മനുഷ്യൻ അവിടെ വീണ്ടും ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് അത് എങ്ങനെ അത് പറഞ്ഞ് അവതരിപ്പിക്കണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെയാണ് പല മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല മനുഷ്യരും നമുക്ക് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയണം. വർഷങ്ങൾ കഴിഞ്ഞ് അവരൊരു ആബ്സെൻസിലാണ് നമുക്ക് അവരുടെ ഒരു 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 സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അവരെന്തോരം പ്രിയപ്പെട്ടതായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോ സാബു ചേട്ടന്റെ കാര്യം അതേപോലെ ചേര എന്ന് പറയുന്ന പോർഷനിൽ എൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മ എന്നല്ല ഒരുമാതിരിപ്പെട്ട പഴയ വീട്ടമ്മമാരായിട്ട് നിൽക്കുന്ന സ്ത്രീകൾ ഈ ഭർത്താവ് ഉദ്യോഗത്തിനും പോകും, മക്കൾ ക്ലാസ്സിലും പോകും, അല്ലെങ്കിൽ പഠിക്കാൻ വർക്കിനൊക്കെ ആയിട്ട് പോകുമ്പോൾ പിന്നെ ഇവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോ ഇവർക്ക് ഇവർക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ ഇവർക്ക് ചുറ്റുമുള്ള ജീവികളൊക്കെ ആയിരിക്കും ഇവരുടെ കൂട്ടുകാർ പലപ്പോഴും. അപ്പോ എനിക്ക് പലപ്പോഴും അമ്മ ഈ ചേരനെ പറ്റി പറയണ കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു സൗഹൃദം ഫീൽ ചെയ്യാറുണ്ട്. അപ്പോ അമ്മയ്ക്ക് അത് പ്രിയപ്പെട്ട ആരാണ്? നമുക്ക് വല്ലപ്പോഴും കാണുന്ന നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ജന്തുവാണ് ചേര. ഒരു ജീവിയാണ് ചേര. അപ്പോ അത് അതിനെ പറ്റിയിട്ട് അമ്മ സംസാരിക്കും. അമ്മ ഈ പറയുന്ന പോലെ അതിന് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അമ്മ സംസാരിക്കും. അപ്പോഴാണ് നമുക്ക് ഒരു മനസ്സിലാവുന്നത് ഇവര് ഒറ്റപ്പെടലിൽ ഇവർക്ക് പലപ്പോഴും ഒരുമാതിരിപ്പെട്ട ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സാധനമാണ്. നമ്മുടെ തലമുറ 90s കിഡ്സിന്റെ അവസാനം വരെയുള്ള തലമുറയിലായിരിക്കും ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള അമ്മമാരുണ്ടായിട്ടുണ്ടാവുക. ഇനിയുള്ള കാലത്തിൽ അത്രയും നിഷ്കളങ്കരായ അമ്മമാരുണ്ടാവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോ അങ്ങനത്തെ ഒരു അമ്മമാരുടെ ഒരു വീട്ടില് ഉള്ള അമ്മമാരെ നമുക്ക് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ചുറ്റുമുള്ള സൗഹൃദങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ആരൊക്കെയാണ് അവർക്ക് കൂട്ട് വീട്ടിൽ ഒറ്റപ്പെടുമ്പോൾ. നമ്മളൊക്കെ പല വഴിക്ക് നടക്കുന്നവരാ. ഇവരുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടും ചുറ്റുപാടും ആയിരിക്കും. അപ്പോ അങ്ങനെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ അതൊക്കെ അവർക്ക് സൗഹൃദങ്ങളാവും. അപ്പോ എൻ്റെ അമ്മയുടെ മുഖം മാറിയതിൽ നിന്നാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയത്. നമ്മുടെ ഉള്ളിലേക്ക് കയറുക. ഇതിൽ ഞാൻ എഴുതാണ്ട് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്താണ്ട് പോയ വേറെ ചില കുറിപ്പുകളുണ്ട്. ഈ വീട്ടിലുള്ള കുളവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തേനീച്ച പോലെ കുത്തുന്ന ഒരു സാധനമില്ലേ, അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എഴുതാണ്ട് അതിൽ ഉൾപ്പെടുത്താണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോ ഈ നമ്മളെ പോലെ അറിയാണ്ട് ബഷീർ ജീവിതത്തിൽ അവസാനം വീട്ടിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോഴാണല്ലോ പാമ്പിനെ പറ്റിയിട്ടും പഴുതാരനെ പറ്റിയിട്ടും ഒക്കെ എഴുതിയത്. അപ്പോ അദ്ദേഹത്തിന്റെ ചുറ്റുപാടിലും കാണുന്നത് കൂടുതലും അങ്ങനെയുള്ള ജീവികളെ ആയതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം വാചാലനായത് അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ അങ്ങനത്തെ സ്പേസിൽ വരുമ്പോഴായിരിക്കും നമുക്കും ചുറ്റുപാടുള്ള സൗഹൃദം മനുഷ്യരെക്കാൾ ഉപരി ഇങ്ങനെയുള്ള ജീവികളൊക്കെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാവുക. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു ആകത്തുക. വേറെ എന്താ പറയേണ്ടത് എനിക്കറിയാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മുടെ പുസ്തകം കാരണമായതിനും അല്ലെ ഇങ്ങനെ സംസാരത്തിന് ചൂസ് ചെയ്തതിനൊക്കെ. വേറെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സാറേ സന്തോഷം. അതിനോടൊപ്പം ചേർത്തൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോ ആ എനിക്ക് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലായിക്കോട്ടെ, സ്കൂൾ കാലഘട്ടത്തിലായിക്കോട്ടെ, അതിൽ വരുന്ന കുറെ സംഭവങ്ങൾ ഇപ്പൊ ഈ എന്നെന്നും കണ്ണേട്ടന്റെ ആ ഒരു ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഓ അതിപ്പോഴും എനിക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. സ്കൂൾ തലത്തിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു തോന്നുന്നു. അപ്പോ അതിന്റെ ആ ഒരു എൻഡിങ് ഇതേപോലെ ഭയങ്കര ഹോണ്ടിങ് ആണ് ഇപ്പോഴും. അപ്പോ അതൊക്കെ അതെ അതെ. പലതും റിലേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദിൽവാലെ ദുൽഹനിയ ആയാലും ഞങ്ങളുടെ കോളേജ് അതെ. കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ ബോംബെയിൽ ചെന്നിറങ്ങുന്ന കഷ്ടപ്പാടുകളും പിന്നെ ആ അരവിന്ദ് എന്ന് പറഞ്ഞ സുഹൃത്തിനെ കുറിച്ചിട്ട് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പൊ എല്ലാം ജയരാജ് സാറിന്റെ ഇതിലൂടെ പോയി ഈ ആളെ അരവിന്ദിനെ പറ്റി പറയുമ്പോൾ ഞാൻ അത്രയും കുറിപ്പുകൾ എഴുതിയതിൽ എനിക്ക് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ നല്ലത് പറഞ്ഞൊരു കുറിപ്പാണ് ഈ അരവിന്ദിനെ പറ്റിയിട്ടുള്ള കുറിപ്പ്. കാരണം അങ്ങനത്തെ ഒരു സുഹൃത്തിനെ എല്ലാവരും ആഗ്രഹിക്കുമെന്ന് പറയുന്നത് ഒട്ടും ഫോഴ്സ്ഫുള്ളി ഒരു
ശതമാനം പോലും ഞാൻ അതിൽ എൻ്റെ ഭാവനയായി ഒന്നും കേറ്റിയിട്ടില്ല. അത് ഉള്ളതുപോലെ തന്നെയാണ്. അങ്ങനെ എന്നോട് പെരുമാറി എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നീട് ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ല. അപ്പൊ അരവിന്ദ് ഒരു ഭയങ്കര രക്ഷയാണ് എനിക്കിപ്പോഴും. അപ്പോ അതാണ് അവനെപ്പറ്റി എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്ട് ആയായിരുന്നു നേരത്തെ തന്നെ. പുസ്തകം ആവുന്നതിന് മുമ്പേ. ഇതേപോലെ ഏറ്റവും അവസാനത്തെ ഒരു കുറിപ്പുണ്ടല്ലോ, വളങ്കടി. അത് അതുപോലെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അറിയാത്തൊരു സംഗതിയാണല്ലോ അപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് നന്നായിട്ട് വളം കടിച്ച് മൈലാഞ്ചിയൊക്കെ പറ്റി നടന്നിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടെക്നോളജിയുടെ യുഗത്തില് കുട്ടികള് ആ ഒരു കാലഘട്ടം തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു ബാല്യം മാത്രമല്ല എന്ന് പറയുന്ന ആ ഒരു കുറിപ്പിലാണല്ലോ അവസാനിക്കുന്നത്. ആ ഒരു അതെ 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 ഇത് സ്പർശിച്ചു. അത് നമ്മൾ ഒട്ടും ഫോഴ്സ്ഫുള്ളി പറയുന്നതൊന്നുമല്ല. നമ്മൾ ഈ 90s കിഡ് എന്ന് തന്നെ സൂചിപ്പിക്കാനുള്ള കാരണം 90കളുടെ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരു 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 രീതികളിൽ നിന്നും നമ്മുടെ ഒരു പരിസരങ്ങളിൽ നിന്നൊക്കെ മൊത്തത്തിൽ മാറുന്ന ഒരു പരിപാടിയാണ് 2000-ന് ശേഷം സംഭവിച്ചത്. അപ്പോ ഏറ്റവും അവസാനമായിട്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ട് ബാല്യം ആസ്വദിച്ച് ഞങ്ങളായിരിക്കും. അത് ഇപ്പൊ പ്രത്യേകിച്ച് 2K കിഡ്സും 90s കിഡ്സ് ഒക്കെ ആയിട്ട് ഒരു വഴക്കും മുടക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണാറുണ്ട്. പക്ഷെ അത് ബേസിക്കലി ഹ്യൂമാനിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വേറൊന്നുമല്ല. അത് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണെന്ന് പറഞ്ഞാൽ വേറെ വലിയ അർത്ഥമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഈ നിഷ്കളങ്കരായിരിക്കുമ്പോ ബാല്യം എന്താണെന്ന് അറിയണം. ബാല്യത്തിൽ ടെക്നോളജിയുടെ കടന്നുവരവ് ഇല്ലാണ്ട് തന്നെ ബാല്യം അറിയണം. എന്നാലാണ് നമുക്ക് നിഷ്കളങ്കത എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെയുള്ള എഴുത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഭയങ്കര ഭയങ്കര സങ്കടം തോന്നുന്നത് അതുകൊണ്ടാണ്. നമുക്ക് അതല്ല ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അവരോട് പറയുമ്പോ എന്താ പറയുന്നത്, നമ്മൾ എന്തിനാ തന്തവൈബ് എന്നൊക്കെ പറയും. അപ്പോ ഈ ഈ തന്തവൈബല്ല എന്തെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമുക്ക് ഈ എഴുത്തിലൂടെയൊക്കെയാണ് നമുക്ക് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്താണ് അനുഭവിച്ചിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇപ്പൊ അനുഭവിക്കാൻ പറ്റാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ, സാറ് അതേപോലെ സാറിന്റെ പുസ്തകം വായിച്ചിട്ടുള്ള എൽദോ സാർ രണ്ടു വാക്ക് സംസാരിക്കാമോ? ഞാൻ ഓൾറെഡി റീസിനോട് വായിച്ചു കഴിഞ്ഞിട്ട് റീസിന് ഫീഡ്ബാക്ക് വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. റീസ് ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, പലരും ഫീഡ്ബാക്സ് അയക്കുന്നതാവില്ല അല്ലെ. ഞാൻ അനിയന്റെ എപ്പിസോഡാണ് എനിക്ക് ഇപ്പോഴും ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത്. ആ മിഠായി വാങ്ങാൻ പോയിട്ടുള്ള ഓ ആ ഓ മനസ്സിലായി. എനിക്ക് കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലത്. അപ്പോ അത് എനിക്ക് ഈ അനിയന്റെ കേസ് അത് ആക്ച്വലി എന്റെ വീട്ടിൽ എന്റെ ഫാദർ അത് വായിച്ചിട്ട് ഇരുന്നിട്ട് ഫാദർ ഇരുന്ന് കരച്ചിട്ടുണ്ട്. ഫാദർ ഇത് നേരത്തെ വായിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് എന്നെ ഒരു വില്ലനായിട്ടാണ് അദ്ദേഹത്തിന് അത് തോന്നിയത്. അപ്പൊ അത് പക്ഷെ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ജ്യേഷ്ഠന്മാരും അനിയന്മാരുടെ അടുത്ത് കാണിക്കുന്ന ഒരു 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 സ്വഭാവമാണത്. അപ്പൊ അത് എനിക്ക് പേഴ്സണലി എന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അത് ഒരു ഹോണ്ടിങ് ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അപ്പോ ഇങ്ങനെ ഓരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് എല്ലാവർക്കും കണക്ട് ആവുന്നുണ്ടല്ലോ. നമ്മുടെ ഒരു അനുഭവം മാത്രം, പേഴ്സണൽ അനുഭവം മാത്രമായിട്ട് പോവല്ലല്ലോ. അത് എല്ലാവരിലേക്ക് എത്തുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്തായാലും. സന്തോഷം. ഇനിയും ഇതേപോലെ ഓർമ്മക്കുറിപ്പുകളും സിനിമകളും ഒക്കെ ആയിട്ട് റീസിനെ കാണാൻ പറ്റട്ടെ. താങ്ക് യു. ഞാനും അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യണം എഴുത്തില്. ഒന്നോടെ ഇപ്പോഴും ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് ഇരിക്കാറില്ല. പക്ഷെ എഴുതണം. നന്ദി റീസ് തോമസ്. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയമാണിത്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. സാർ ഞാൻ ചോദിച്ചോട്ടെ? എനിക്ക് സാറിനെ കുറിച്ചുള്ള ഈ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഈ ഒരു പുസ്തകത്തിന് വേണ്ടിയുള്ള ജർമ്മൻ ഭാഷയിലുള്ള ആ ഒരു പുസ്തകം, ആ പുസ്തകം വായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അന്വേഷണം, ഈ ഒരു ട്രഷർ ഹണ്ട് എന്ന് തന്നെ പറയാം. ആ ഒരു അന്വേഷണത്തെ കുറിച്ച്, അല്ലെങ്കിൽ അത്രയും മാത്രം ആ ഒരു പുസ്തകം തേടി പോവാനുണ്ടായിട്ടുള്ള ആ ഒരു കാരണത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എനിക്കത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നെറ്റ് കട്ടായി പോയത്. അപ്പോൾ എനിക്കത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല. എനിക്കത് പിന്നീട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാലും പറഞ്ഞെടുത്ത് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ പറയാം. അത് 2016 IFK കണ്ടൊരു സിനിമയാണ്. ആ സിനിമ
ഭയങ്കര നല്ല സിനിമയാ. അതിന്റെ പേര് ഗുഡ് ബൈ ബെർലിൻ ആണ് ഇംഗ്ലീഷ് ടൈറ്റിൽ, ജർമ്മൻ ടൈറ്റിൽ ഷിക്ക് എന്നാണ്. അപ്പോൾ അത് അത് കണ്ടിട്ട് അന്ന് അവിടെ ഒരു ഭയങ്കര ജനപ്രീതി കിട്ടിയ രീതിയിൽ എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് സിനിമയാണ്. അത് രണ്ട് പയ്യന്മാര് മോഷ്ടിച്ച കാറുമായിട്ട് ജർമ്മനി യുടെ ഒരു ലാൻഡ്സ്കേപ്പുകളിലൂടെ കറങ്ങാൻ പോകുന്നതാണ് അതിന്റെ കണ്ടന്റ്. അപ്പോൾ അതിലൊരു പോയിന്റിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി ഇവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഒരു 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 എന്താ പറയുന്ന ഒരു ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടി ഇവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഇവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അവള് അവളുടെ വഴിക്ക് പോകും. അപ്പോൾ ഇവര് മൂന്നുപേരും കൂടെ ഒരു പാറയുടെ മുകളിൽ ഒരു സ്ഥലത്ത് ഒരു സ്പേസിൽ പോയിരുന്നിട്ട്, ആ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അവിടെ പോയിരുന്നിട്ട് ഇവര് പറയുന്നുണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഇവിടെ ഇതേപോലെ ഒരുമിച്ച് വരണം, കാണണം എന്നൊരു പോയിന്റിൽ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആ സിനിമ കണ്ടതിന് ശേഷം അത് ഈ ഒരു നോവൽ ബേസ് ചെയ്താന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാൻ ഉടനെ നോവൽ എടുത്ത് വായിച്ചു. നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ റൈറ്ററെ പറ്റിയൊക്കെ തപ്പിപ്പോയപ്പോഴാണ് അതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു പുസ്തകം വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ ആ പുസ്തകത്തിൽ എൻ്റെ ഒരു വായിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണം, ഇവർ ഈ 50 വർഷത്തിന് ശേഷം ഇവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവുമോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അത് നമുക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടിട്ടുണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രണ്ടാം ഭാഗം പുസ്തകം വായിച്ചത്. പക്ഷെ ആ പുസ്തകം ജർമ്മൻ ടൈറ്റിലിൽ മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷിലില്ല. അപ്പോൾ അത് റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഓതർ സൂയിസൈഡ് ചെയ്തു. അപ്പൊ അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം അപ്പൊ എഴുതിയെടുത്തോളം ഭാഗം വെച്ചപ്പോൾ അത് പബ്ലിഷേഴ്സ് അവിടെ ജർമ്മനിയിൽ പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ആണ് ഇംഗ്ലീഷിലില്ല. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അദ്ദേഹം എങ്ങാനും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നാൽ നമുക്ക് വായിക്കാലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അതിനൊരു സാധ്യതയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വാശി, എനിക്ക് അറിയണം തോന്നി. ഞാൻ അതിന്റെ പേജസ് എല്ലാം അവിടെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഒരു വൈറ്റ് സ്പേസ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി, പുസ്തകമുള്ള ആൾക്കാരെ കണ്ടെത്തി അവിടുന്ന് എനിക്ക് അതിന്റെ ഒരു പെൺകുട്ടിയാണ് തന്നെ, ഒരു പെൺകുട്ടി അതിന്റെ പേജസ് എല്ലാം ഫോട്ടോസ് എടുത്ത്, ഭയങ്കര എഫോർട്ടുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യില്ല അത്. അപ്പോൾ എനിക്ക് അതിന്റെ പേജസ് എല്ലാം എനിക്ക് അയച്ചു തന്ന് ഞാൻ അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓൺലൈനിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതൊരു ബുക്കായിട്ട് ബൈൻഡ് ചെയ്തപ്പോൾ എന്റെ കയ്യിലുണ്ട് ഇപ്പോഴും പുസ്തകം. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് പുസ്തകം ഇംഗ്ലീഷ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിലേ കാണുള്ളൂ. അപ്പോൾ അത് ബേസിക്കലി സിനിമ കാരണമാണ്. ആ സിനിമയുടെ ഡയറക്ടറൊക്കെ അത് ഷെയർ ചെയ്തിരുന്നു അതിന് ശേഷം. അപ്പോൾ ആ ഡയറക്ടർ ഇവിടെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരു ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് തന്നെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി, മെയിൻലി 50 വർഷത്തിന് ശേഷം ഒരു കണ്ടുമുട്ടി ഉണ്ടാവുമോ അതറിയാൻ വേണ്ടിയിട്ടാണ് ആ ട്രാൻസ്ലേഷനിലേക്കൊക്കെ പോയത്. ഹലോ സർ, അതിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞോട്ടെ, സുമയ്യ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതില്. സുമയ്യ വെൽക്കം. ഇത്തയാണ് ഇവരിലേക്ക് മാമിലേക്ക് എന്നെ എത്തിച്ചത്. എന്റെ പുസ്തകം വായിച്ചിട്ട് ഇത്ര പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ തമ്മിൽ പുസ്തകങ്ങളുടെ ഒരു വലിയ കണക്ഷൻ ഉണ്ട്. മാമിലേക്ക് എത്തിയത്. അതെ അതെ, എന്നോട് റെഫർ ചെയ്തത് സുമയ്യാണ്. അപ്പൊ ഒന്ന് രണ്ടു വാക്ക് പറയാമോ സുമയ്യജി? അയ്യോ, ഞാൻ സുമയ്യ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. നമ്മുടെ ഡയറക്ടർ സിദ്ദിഖിന്റെ മോളാണ് സുമയ്യ. സുമയ്യയുടെ ഒരു പുസ്തകം F2 ഫാക്ടർ വളരെ പ്രശസ്തമായിട്ട് മാൻകൈൻഡ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോമ്പിന്റെ സമയമായതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത്, എന്നാലും കയറിയിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഒന്ന് ചേർത്തൊന്ന് പറഞ്ഞ് എല്ലാവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഒരു അനുഭവമായിരിക്കും. ഹലോ, ജോയിൻ ചെയ്തോളൂ. നിങ്ങൾ എന്താ സംസാരിക്കണേ എങ്ങനെ കേട്ടോണ്ടിരിക്കാന്നുള്ള ഇതില് ജോയിൻ ചെയ്തതാണ്. റീസ് സംസാരിച്ച് തുടങ്ങിയായിരുന്നു ഓൾറെഡി അല്ലേ? ഇപ്പൊ ഐ തിങ്ക് ഒരു 1 hour ആയിട്ടുണ്ടാവല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട്? അതെ അതെ, അതിന്റെ ഒരു നിരൂപണം അതെ അതെ, ഒരുവിധം പറഞ്ഞൊക്കെ സംസാരിച്ചതിന്റെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനിതില് യെസ്, എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ സന്തോഷം. ഞാനപ്പോ കേൾക്കാം, ഒരു കേൾവിക്കാരായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ, ഞാനിവിടെ കേട്ടോണ്ടിരുന്നോളൂ. അതാണ് കൂടുതൽ കംഫർട്ടബിൾ. റീസിനെ കുറിച്ച് 2 വാക്കൊന്ന് പറയാമോ സുമയ്യ? റീസൺ നമ്മളിപ്പോ 2 months ആയിട്ടുള്ളൂ. ഞങ്ങള് എന്താ പറയാ, എന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്നുള്ള ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ട് റീസ് ബുക്ക്. ഡെഫിനറ്റ്ലി മാൻകൈൻഡിന്റെ റീസിന്റെ ബുക്കും പബ്ലിഷ് ചെയ്തത്. സോ അതുവഴിയാണ് നമ്മള്
ഓൺലൈനിൽ കൂടെ നേരിട്ട് കണ്ട് പരിചയമില്ല, ബട്ട് ഓൺലൈനിൽ കൂടെയാണ് നമ്മള് റീസ് ബുക്ക് എട്ട് കണ്ടു കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു, പിന്നെ അത് വാങ്ങിച്ച്, പിന്നെ വായിച്ചു കഴിഞ്ഞിട്ടും റിവ്യൂ പറഞ്ഞു. അങ്ങനെ നമ്മൾ പിന്നെ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും വലിയ റീസിന്റെ അത്രയും വലിയ ഫാനല്ല ഞാൻ, ബട്ട് ബഷീർ സാറിന്റെ വലിയ ഫാനാണ്. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, ബുക്ക്, സിനിമ, അങ്ങനെയൊക്കെ. അങ്ങനെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ നല്ല ഫ്രണ്ട്. ഇപ്പൊ എന്താ പറയാ, റീസിനെ പറ്റി ഒറ്റ വാക്കിൽ പറയണെങ്കിൽ ഒരു ജെനുവിൻ പേഴ്സൺ, അങ്ങനെ പറയാം. വെരി സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് സിൻസിയർ. പിന്നെ ആസ് എ ഓത്തർ നിങ്ങളിപ്പോ ഓൾറെഡി ബുക്ക് വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും വാട്ട് കൈൻഡ് ഓഫ് ആൻ ഓതർ ഹി ഈസ്. സോ അതിനെപ്പറ്റി ഞാൻ വലിയ കാര്യമായിട്ട് പറയണ്ട. സോ ഓൾറെഡി മോസ്റ്റ്ലി എല്ലാവരും വായിച്ചു കാണും ഹിസ് ബുക്ക്. പിന്നെ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. സോ ഇനിയും കൂടുതൽ ക്രിയേറ്റീവ് വർക്ക്സ്, നോട്ട് ജസ്റ്റ് ബുക്സ്, ഹീസ് ഇൻ ടു മൂവീസ്. സോ കൂടുതൽ ക്രിയേറ്റീവ് വർക്ക്സ് സിൻസിയർലി എക്സ്പെക്ടിങ് ഫ്രം ഹിം. ഓക്കെ, താങ്ക് യു മാം. അതിനിടയിൽ അവിടെ ഒരു ഡിസ്കണക്റ്റ് ആയി, അപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട്. ഒന്ന് ട്രൈങ് ടു കണക്ട് ചെയ്യുന്നുണ്ട്. പോയതാണല്ലേ? അല്ല, വരും എന്തോ ഡിസ്കണക്ട് ആയതാണ്, ഇടയില് ചെറിയ വിഷയമുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പോ നല്ലൊരു അവതരണമായിരുന്നു ലിഖിതയുടെ. എനിവേ ഇത് റെക്കോർഡഡ് വേർഷൻ കേൾക്കാൻ പറ്റുമല്ലേ മാം? അതെ അയച്ചു തരുന്നേ. ഡെഫിനറ്റ്ലി. ജോയിൻ ചെയ്തിട്ടുണ്ട്. സോറി, വൈഫൈ ഡിസ്കണക്ട് ആയതാണ്, നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നം കണ്ട് പോയതാണ്. അപ്പോ വേറെന്താ പറയാ, സിനിമയുടെ ഇത് സംബന്ധമായിട്ട് ഒന്ന് വിശദീകരിക്കാമോ? ആ സിനിമയിലേക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ ഒരു റീല് ചിത്രീകരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഒരുപാട് സിനിമകൾക്ക് സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അനുഭവങ്ങളൊന്ന് വിവരിക്കാമോ? അല്ല, സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം സിനിമയും പുസ്തകങ്ങളാണല്ലോ. അപ്പോൾ അന്ന് നമുക്ക് എക്സൈറ്റ്മെന്റ് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടേ ഈ സിനിമ അങ്ങനെ തലയിൽ കയറിയതാണ്. നമ്മൾ നല്ല സിനിമകൾ കാണുന്നതുകൊണ്ടും, പിന്നെ സിനിമ ഭയങ്കര അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവായിരുന്നു. ഞായറാഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഗതിയൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ വല്ലപ്പോഴും മാത്രം പോകുന്ന ഒരു ഇതൊക്കെ ആയിരുന്നല്ലോ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സിനിമ എന്നൊക്കെ തോന്നി. അങ്ങനെ പിന്നെ നമ്മൾ വായിച്ചറിയുന്നതും കാണുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടേതായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊക്കെ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അതിന്റെയൊക്കെ പുറകിലാണ് നമ്മൾ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ഇപ്പൊ സിനിമ കുറേയും കൂടെ അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമുക്ക് സിനിമയിൽ കാണുന്നവരൊക്കെ ലിറ്ററലി താരങ്ങൾ തന്നെയായിരുന്നു. അവരൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും കാണാനോ അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ലോകമാണല്ലോ സിനിമ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് എത്തിയത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് അതിന്റെ ഒരു താല്പര്യം ഉണ്ടായത്. താങ്ക് യു സർ. ആരും പറയുന്നില്ലല്ലോ. നമസ്കാരം റീസ്. ഞാന് കോളേജിലെ കൃഷ്ണകുമാർ മാഷാണ്. വളരെ സന്തോഷം. നമുക്ക് ആദ്യം നന്ദി പറയാൻ തോന്നുന്നത് മാൻകൈൻഡിനോടാണ്. ഇപ്പോ ഒരു 2-3 വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത്തരം നല്ല കുറെ പുസ്തകങ്ങളെ അവതരിപ്പിക്കുന്നവർക്ക് പ്രത്യേകം ഒരു താങ്ക്സ് പറയാണ്. ഇങ്ങനെ ശരിക്കും വായിക്കാനും മാത്രല്ല, ഇതുപോലെ എഴുതാനും ഉള്ളൊരു പ്രചോദനം റീസിന്റെ പുസ്തകം തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊക്കെ അത്തരം എഴുത്തിനും കൂടെ ഈ റീസിന്റെ പുസ്തകം പ്രചോദനമായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇത് അവതരിപ്പിച്ച ലിഖിത കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പുസ്തകത്തിന്റെ ഉള്ളിൽ പെട്ട് കിടക്കുകയായിരുന്നു. ഇത് കോളേജിലേക്ക് എത്തിക്കുകയും ഇങ്ങനെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഹീര ടീച്ചർക്ക് നമുക്ക് ആദ്യമേ ഒരു താങ്ക്സ് പറയണം, മാൻകൈൻഡിനോടൊപ്പം തന്നെ. അപ്പൊ ലിഖിത, നമ്മളെപ്പോഴും പറയും ലിഖിത എത്രയോ നിഷ്കളങ്കയായ ഒരു വിദ്യാർത്ഥിനിയാണ്. നമ്മൾ നേരത്തെ പരാതിപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ, ചൈൽഡ് ആയിട്ടുള്ളവരെ കാണാനില്ല. ഇതിന് നേരെ തിരിച്ചിടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ലിഖിത. അഡൽട്ട്ഹുഡിലും ചൈൽഡ്ഹുഡ് കീപ്പ് ചെയ്യുന്ന അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു അവതരണം കൂടിയായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. എഴുത്തുകാരനും ഈ പുസ്തക നിരൂപകയും എങ്ങനെ ഇത്രയും, നിങ്ങളുടെ സിനിമാ ഭാഷയിൽ പറയുന്നത്, ഇങ്ങനെ സിങ്ക് ചെയ്ത് വന്നു എന്നുള്ളതാണ്.
വളരെ ധന്യമായ ഒരു സായാഹ്നമാണ് ഇന്നത്തെ ഈ വ്യാഴാഴ്ച വായനാഴ്ച ലക്കമെന്ന് പറയുകയാണ്. ഇതിന് മോഡറേറ്ററായിട്ട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേഹയുടെ അവതരണം കൂടി സുന്ദരമാണ്. പുസ്തകത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച കുറെ കുട്ടികളാണ് ഇതിൽ സംസാരിക്കുന്നത്. സ്വാഗതം പറഞ്ഞ ദിവ്യയ്ക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനി നന്ദി പറയാൻ പോകുന്ന ആൻലയ്ക്കും ഒരു റാംജി റാവില് പറഞ്ഞ അരമണിക്കൂർ മുമ്പ് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ എൻ്റെ ഒരു വായനാനുഭവം പറയുകയാണെങ്കിൽ അത് തീർന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് അതങ്ങനെ വായിച്ച് ഇങ്ങനെ പോവുകയായിരുന്നു. 2 ദിവസം കൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും തിരക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും വായിക്കാവുന്നതാണ്. പക്ഷെ ഇത് മനസ്സിലിങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ഓരോ കുറിപ്പും. അത് ഞാനൊക്കെ 70കളിലെ ഒരു ഉൽപ്പന്നമാണ്, 70 മോഡലാണ്. പക്ഷെ 90കളെ ശരിക്കും അറിഞ്ഞ ഞങ്ങളുടെയൊക്കെ പാട്ടുകളൊക്കെ ഇപ്പോഴും നൊസ്റ്റാൾജിക് ആയിട്ട് നിൽക്കുന്ന 90കളുടെ പാട്ടുകളാണ്, സിനിമകളാണ്, ജീവിതമാണ്. അങ്ങനെയുള്ളവർക്കും എന്നാൽ ഈ പറഞ്ഞ മാതിരി 22Kയിലുള്ള കുട്ടികൾക്കും ഇതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതുകൊണ്ടാണ് അത് ഇത്രയും വായിക്കപ്പെടുന്നത്. മനുഷ്യൻ പഴയതിനെ ഇങ്ങനെ മറക്കാതെ ഏറ്റവും പുതിയതിനെയും കൂടെ വായിക്കാൻ തരുന്ന ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നി. ഇത് വായിക്കുമ്പോൾ നമുക്ക് പുതിയൊരു വായന തരുന്നുണ്ട്, ഒപ്പം തന്നെ പഴയതിലേക്കാണ് നമ്മൾ ചെന്നപ്പെടുന്നത്. ബഷീറൊക്കെ ആവർത്തിക്കപ്പെടുന്നതും അല്ലെങ്കിൽ പൗലോ കൊയ്ലോനൊക്കെ എത്തിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു തന്ത്രമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ കുറിപ്പും ഇങ്ങനെ തന്നെയാണ്. ഓരോന്നും ചെറിയ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് സാരപ്പെടുത്തി തരാൻ പറ്റുന്നുള്ളൊരു അത്ഭുതം കാണിക്കുന്നുണ്ട്. അത് തന്നെയായിരിക്കും നല്ല എഴുത്തുകളുടെ, ഇപ്പൊ ബഷീറിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു ലക്ഷണം അതാണല്ലോ. അപ്പോൾ പലതരം സർഗാത്മകത ഈ പുസ്തകം വായിച്ചപ്പോൾ അനുഭവപ്പെട്ടു. കാരണം തേടി നടക്കലുകളുടെ ഒരു സർഗാത്മകത, ഒരു ക്രിയേറ്റിവിറ്റി ഇതിനകത്തുണ്ട്. എല്ലാവരും തേടി നടന്ന പോലെയല്ല റീസ് ഇതിൽ തേടി നടന്നിട്ടുള്ളത്. ആ കണ്ടെത്തലുകൾക്കും ഒരു സർഗാത്മകത ഉണ്ടായിരുന്നു. കണ്ടെത്തിയത് മാത്രമല്ല, അത് എങ്ങനെ അവതരിപ്പിക്കുന്നു അതിലും ഉണ്ട് ഒരു ക്രിയേറ്റിവിറ്റി. അപ്പൊ മൊത്തത്തില് നമ്മള് റാം കെയർ ഓഫ് ആനന്ദിയെ കുറിച്ചൊക്കെ മലയാളത്തിൽ ആദ്യത്തെ സിനിമാറ്റിക് നോവലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പുസ്തകം മലയാളത്തിലെ ആദ്യത്തെ സിനിമാറ്റിക് ഓർമ്മ പുസ്തകമാണെന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അത്രയും സിനിമയുടെ ഒരു വ്യാകരണം കുഞ്ഞുനാള് തൊട്ട് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം റീസിന് ഇതിങ്ങനെ സുന്ദരമായിട്ട് ഓരോന്നും ഓരോ ഷോർട്ട് ഫിലിം കാണുന്ന പ്രതീതിയോടുകൂടി അത്രയും ദൃശ്യപരതയോടുകൂടി അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാലും തലയിൽ നിന്നും കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും ഇതിലെ മനുഷ്യരും ഇടങ്ങളും ഒന്നും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള ഒരു മാന്ത്രികത റീസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. റീസ് ഒരു വേള ഭൂരിഭാഗം മനുഷ്യരെ പോലെ തന്നെയാണ്. യാത്ര ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല, ഭക്ഷണം ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല, ജീവിതത്തെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ല, മറക്കാൻ പറ്റാത്ത മനുഷ്യരില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരിടത്തിരിക്കാൻ പറ്റാത്തൊരു മനുഷ്യനെ എഴുതിയ കുറിപ്പുകളായിട്ടാണ് തോന്നി. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല റീസൺ എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. അതുപോലെ നിരന്തരം പലതരം മനുഷ്യരെ കാണാനുള്ള ഒരു വ്യഗ്രത. ഒരാളെ കുറിച്ചൊരു വാർത്ത കേട്ടാൽ പിന്നെ അടുത്ത ദിവസം തന്നെ വണ്ടി എടുത്തിട്ടോ ബസ്സിലോ പോയി കാണാനുള്ള ഒരു വ്യഗ്രത, അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. അത് മനുഷ്യനാകാൻ നേരത്തെ പറയുകയുണ്ടായി, നമ്മൾ മനുഷ്യരാകാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇതിലൊക്കെ സാധിക്കുന്നത്. ഇപ്പോൾ മനുഷ്യത്വത്തെ കൂടുതൽ വിസ്തൃതമാക്കാനും നമ്മുടെ ജീവിതമാകുന്ന മുറിയുടെ ജാലകങ്ങൾ കൂടുതൽ തുറന്നിട്ടിട്ട് മനുഷ്യ മണം കടത്തിവിടുന്ന ഒരു രാസക്രിയ റീസ് വളരെ പ്രഗത്ഭമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. നമ്മൾ പരിഭവപ്പെടുന്ന പലതും വളരെ സുന്ദരമായൊരു പാട്ടാക്കി മാറ്റുന്ന സബ്ലിമേഷൻ പോലെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലവിങ്, അത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യർക്കാണ് ഒരു പക്ഷേ ഈ പുസ്തകം കൂടുതൽ വിനിമയം ചെയ്യുന്നത്. ഈ പുസ്തകം കൂടുതൽ വിനിമയം ചെയ്യുന്നതിന്റെ കാരണം ഇത് മനുഷ്യരാണ് ഇത് വായിക്കുന്നത് കൊണ്ടുള്ള ഒരു കാരണം ഇതിനകത്തുണ്ട്. മാനവികത പറ്റിയിട്ടില്ല എന്നുള്ള തെളിവാണ് റീസെന്റ് പുസ്തകം ഇങ്ങനെ വായിക്കപ്പെടുന്നു എന്നുള്ളത് കാണിക്കുന്നത്. എന്തായാലും ഈ നിസാരപ്പെട്ട കാര്യത്തെ സാരപ്പെടുത്തുന്ന ഒരു തന്ത്രം അത് വളരെ അനുകരണീയമാണ്. കുഞ്ഞു കുഞ്ഞു കാഴ്ചകളെ സിനിമാറ്റിക് ലെൻസിലൂടെ എടുത്താകുമ്പോൾ അതിനെ വേറൊരു ഭംഗിയോടുകൂടി റീസ് ഓരോ കുറിപ്പിലും അവതരിപ്പിക്കുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി. ശരിക്കും ഈ പുസ്തകത്തിലെ ഓരോ കുറിപ്പിലും ഓരോ നീറ്റലുണ്ടെങ്കിലും ആ നീറ്റല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ടായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു താളം പിടിക്കൽ നമുക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല സിനിമകളുടെ അല്ലെങ്കിൽ നല്ല കലാരൂപത്തിന്റെ ആയാലും ലക്ഷണം പറയും അത് എന്റേതാണെന്ന് അല്ലെങ്കിൽ തൻ്റേതാണെന്ന് തോന്നുന്ന ഒരു തന്ത്രം അത് ഇതിലെല്ലാ കുറിപ്പിനും ഉണ്ട്. ഓ, ഇത് എനിക്കും ഉള്ളതാണല്ലോ. ഇപ്പൊ നേരത്തെ ആരോ ഹീര ടീച്ചർ തന്നെ പറഞ്ഞു പോകുന്നു, എനിക്കും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ. ആ എന്റേതാണ് സിനിമയിലും അങ്ങനെയാണല്ലോ, നമ്മുടേതാണെന്നുള്ളൊരു ഒരു ഐഡന്റിഫിക്കേഷൻ മെക്കാനിസം നടക്കുന്ന ഒരു രീതി ഇതിൽ ഓരോ കുറിപ്പിനുണ്ട്. എന്തായാലും സിനിമയുടെയും എഴുത്തിന്റെയും ഒരുപോലെ ഒരു തത്വശാസ്ത്രം പഠിച്ച ആളാണ്, അല്ലെങ്കിൽ അറിഞ്ഞ അല്ലെങ്കിൽ സ്വാംശീകരിച്ച ഒരാളാണ് റീസ് എന്ന് ബോധ്യമായി. അങ്ങനെയുള്ളൊരു വലിയൊരാളെ ഈ ഇതിലിങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അധ്യാപകരാകാൻ പോകുന്ന വിദ്യാർത്ഥികളാണ് ഇതിലുള്ളത്. അവർക്ക് ഇത് നല്ലൊരു പാഠപുസ്തകം പോലത്തെ ഒരു എപ്പിസോഡായി മാറിയതിന് സന്തോഷം. ഇത്രയും തിരക്കുകൾക്കിടയിൽ വന്ന് പങ്കെടുത്തതിലും എൻ്റെ ഒരു സ്നേഹം അറിയിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം നേരിൽ കാണാം. നന്ദി. ഉറപ്പായിട്ടും സാർ. താങ്ക് യു. എന്തായാലും സാർ എനിക്ക് ഇത്രയും വായനയും ഇത്രയും അങ്ങനെയുള്ള മനുഷ്യര് സാറിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കണ കേൾക്കണാണല്ലോ നമുക്കൊക്കെ സന്തോഷം. ഈ നമ്മുടെ എഴുത്തിൽ അങ്ങനെ സാഹിത്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കോളേജിൽ സഹിതമായതെന്തും സാഹിത്യം എന്ന് പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതുന്നത് എന്തും സാഹിത്യമാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു എഴുത്തിനെ സാറിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കണ നമുക്ക് എന്താ പറയാൻ പറ്റുക, എനിക്കറിയത്തില്ല. പിന്നെ ഇവിടെ ഉള്ളൊരു ഇതിൽ സംബന്ധിച്ചവർ എത്രയോ പേര് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ കോളേജ് കാലത്താണെങ്കിൽ പോലും സാറുമാരും ടീച്ചർമാരൊക്കെ നിർബന്ധിച്ച് നമ്മളെ ചില സ്പേസിൽ കൊണ്ട് നിർത്തും. അപ്പൊ നമ്മളെ ഗതികേട് കൊണ്ട് വന്ന് നിൽക്കുന്നവരുണ്ടാവും. ഇവിടെ ഉള്ളവർ അങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എത്രയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ചർച്ചയിൽ നമ്മുടെ പുസ്തകം കാരണമായി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള കാര്യമാണല്ലോ. ഞാൻ അതിന് പറഞ്ഞാണ്. അപ്പോ അത്രയും പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. പിന്നെ ഈ പറയുന്ന സുമയാത്ത പോലുള്ളവരൊക്കെ എന്താ പറയുന്നത്, ടൈം ഉണ്ടെങ്കിൽ എന്തായാലും വരുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇത്തേക്ക് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതാണ് ഇതിന് കാരണമായത്. പിന്നെ ഹീരാമ ഇത് പുസ്തകം പരിഗണിക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതുപോലെ പുസ്തകങ്ങൾ ഇന്ന് ഇറങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ പണ്ടത്തെക്കാളും ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനിടയിൽ ഇങ്ങനത്തെ ഒരു ആഴ്ച ഇത്രയും സമയം നമ്മുടെ പുസ്തകത്തിന് വേണ്ടി ചെലവിട്ടു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ് തിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ താങ്ക് യു എല്ലാവരോടും. ഭയങ്കര സന്തോഷം. നന്ദി സർ. മിസ്സേ, ഇനി ആരും സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളിലേക്ക് കടന്നല്ലോ. ഞാൻ സാറിനോടായിട്ട് പറയാണ്, നമ്മളിപ്പോൾ 80ാമത്തെ ഒരു പരിപാടിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പസിനകത്ത് ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായിട്ട് നടത്തി വരുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിക്കകത്ത് പങ്കെടുക്കുക എന്ന് പറയുന്നതും പുസ്തകങ്ങളെ അറിയുക, ഇന്നത്തെ കാലത്ത് പുസ്തകങ്ങളെ മനസ്സിലാക്കുക, പുസ്തകങ്ങളെ അറിയുക, ആ ഒരു സാഹിത്യത്തോടുള്ള ആ ഒരു ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നതിൻ്റെ ആ ഒരു അനിവാര്യതയെക്കുറിച്ച് അത്രയും അതിൻ്റെ ആ ഒരു കഴമ്പ് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്കകത്ത് ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുസ്തക നിരൂപണ പരിപാടിക്കകത്ത് ഞങ്ങൾ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും തന്നെ അത്രയും ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ലിഖിതയുടെ ഒരു പക്ഷെ അവതരണം കൊണ്ടും ഒരു ഈ എഴുത്തിൻ്റെ ആ ഒരു ലാളിത്യം കൊണ്ടും ആയിരിക്കാം എല്ലാവരും, എനിക്ക് ഉറപ്പാണ് ഇന്ന് ഈ പങ്കെടുത്ത എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ അത്രയും ഉറപ്പിച്ച് തന്നെ പറയട്ടെ. അടുത്തതായിട്ട് നമ്മൾ നന്ദി പറയുന്നതിന് വേണ്ടി B.Ed 1ാം വർഷ ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായിട്ടുള്ള ആൻലയെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നേ ദിവസത്തെ വ്യാഴാഴ്ച വായനാഴ്ച അവസാനിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയെ വിജയകരമാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയും പ്രചോദനവുമായി ഒപ്പമുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ടീച്ചർ കോർഡിനേറ്റർമാരായ കൃഷ്ണകുമാർ മാഷിനും ഹീര ടീച്ചർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡന്റ് കോർഡിനേറ്റർ ലേന ടിക്കും മറ്റ് ക്ലബ് അംഗങ്ങൾക്കും നന്ദി. പ്രത്യേകമായി ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച
തന്റെ ജീവിതാനുഭവങ്ങളും വായനാനുഭവങ്ങളും പങ്കുവച്ച് മനോഹരമാക്കിയ എഴുത്തുകാരൻ ശ്രീ റീസ് തോമസിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നേ ദിനം വളരെ ഹൃദയസ്പർശിയും ആഴമേറിയതുമായ ഒരു പുസ്തക നിരൂപണം തയ്യാറാക്കി അവതരിപ്പിച്ച 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനി ലിഖിത എമ്മിനും നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്ത എല്ലാ പുസ്തക സ്നേഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും നല്ലൊരു വായനാനുഭവം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒന്നുകൂടി ചേർത്ത് വെച്ചോട്ടെ, അതിനോടൊപ്പം സുമയ്യയ്ക്കും വലിയൊരു നന്ദി. കാരണം ഈ പുസ്തകം അല്ലെങ്കിൽ ഇവിടേക്ക് എത്തില്ല. സുമയ്യ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അത് വാങ്ങി വായിക്കാനിടയായതും ലിഖിതയ്ക്കും കൊടുക്കാൻ സാധിച്ചതും. അപ്പം അതിനും ഒരുപാട് നന്ദി. പിന്നെ റീസ് തോമസിനും ഇന്ന് വന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം സംവദിച്ചതിന് പ്രത്യേകം നന്ദി പറയാം. പരിപാടി അവസാനിച്ചു, എല്ലാവർക്കും ലെഫ്റ്റ് ആവാം.